സഹോദര സഹോദരിമാരെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ നടന്നതായ ഖുതുബ സന്ദർഭോചിതമായി ഈ നാട്ടിൽ പറയേണ്ടതായ കാര്യങ്ങൾ ഒക്കെയാണ്. നമുക്ക് പഠിക്കേണ്ട ഭാഗങ്ങൾ ഉണ്ടെങ്കിലും വിശദീകരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പലപ്പോഴും ഇവിടെ സന്ദർഭോചിതമായിട്ട് നാം ചർച്ചയിൽ പെടുത്തിയതായ ഭാഗമാണ്. മൊത്തത്തിൽ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട വിഷയമല്ലാത്ത അള്ളാഹു തീർത്ത് പറഞ്ഞ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് ടൈം വേസ്റ്റാക്കാൻ പാടുള്ളതല്ല. ഖുർആൻ കൽപ്പിക്കുന്ന കൽപ്പന, സുന്നത്ത് കൽപ്പിക്കുന്ന കൽപ്പന, നബി പ്രവർത്തിച്ച് കാണിച്ചു തന്നതായ രീതി മാത്രമേ നമുക്ക് നമ്മുടെ രാഷ്ട്രീയ നിലയിലും നമ്മുടെ ഭരണകൂടങ്ങളിലും നമ്മുടെ നാടുകളിലും വീടുകളിലും നമ്മുടെ സാമൂഹിക ജീവിതത്തിലും സാമ്പത്തിക ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും എല്ലാം നമുക്ക് നന്നായി നമ്മുടെ ജീവിതത്തെ തള്ളിക്കൊണ്ടുപോകാൻ സഹായകമാവുകയുള്ളൂ. അല്ലെങ്കിൽ ഇന്ന് അറബ് രാഷ്ട്രത്തിൽ പ്രത്യേകിച്ചും ലോകത്തിൽ പൊതുവിലും വ്യാപകമായി കൊണ്ടേയിരിക്കുന്നതായ വിപ്ലവവും അനാചാരവും അക്രമവും അനീതിയുമെല്ലാം അത് തുടർന്നുകൊണ്ടേയിരിക്കും. അതിന് അറുതി വരുത്താനുള്ളതായ ഏക മാർഗം, ഏക റൂട്ട് അത് ഈ നാട്ടിലിറങ്ങിയതായ മതത്തിലേക്ക്, ഖുർആനിലേക്ക്, സുന്നത്തിലേക്ക്, ആദർശത്തിലേക്ക് ലോകം മടങ്ങൽ മാത്രമാണ്. പ്രത്യേകിച്ച് ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾ ജീവിക്കുന്നതായ രാഷ്ട്രങ്ങളിൽ അവരത് ശ്രദ്ധിക്കേണ്ട ഭാഗവും ആണ് എന്ന കാര്യങ്ങളൊക്കെ ഉണർത്തിയും കൊണ്ട് ഇസ്ലാമിക ഭരണകൂടം നടത്തുന്നതായ സൗദി അറേബ്യ പോലത്തെ നാടുകളിൽ ഭരണാധിപന്മാരുടെ കീഴിൽ അണിനിറന്നുകൊണ്ട് അവരെ ആ ഭരണകൂടം നടത്താനുള്ളതായ സഹകരണം അവരിൽ നിന്നിട്ട് അഥവാ പ്രജകളിൽ നിന്നിട്ട് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കേണ്ടതാണ്. അതിലവർ വീഴ്ച വരുത്തുക എന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് മല്ലിടലാണ്. അള്ളാഹുവിന്റെ വിധി വിലക്കുകൾക്ക് മാറുകാട്ടിയും കൊണ്ട് ജീവിക്കലാണ്. അവർക്ക് റബ്ബ് ചെയ്തു കൊടുത്തതായ ആ വിശാലമായ അമ്ന് എന്ന സുരക്ഷിതത്വം എന്ന നിർഭയത്വം എന്ന ആ അനുഗ്രഹത്തിന് വിലങ്ങുതടിയായി നിൽക്കലാണ്. അത് തകരാനുള്ളതായ കാരണമായി തീർന്നു പോകുന്നതാണ് എന്നീ കാര്യങ്ങളെ കുറിച്ചൊക്കെയായിരുന്നു ഇന്ന് മക്കയിൽ ഖുതുബയിൽ പ്രസംഗിച്ചതായ ഭാഗം. മദീനയിൽ നിങ്ങൾ നേരിട്ട് കേട്ടതുപോലെ ഡോക്ടർ സലാഹുൽ ബുദൈർ സംസാരിച്ചതായ വിഷയം യഥാർത്ഥത്തിൽ തൗബ എന്ന സബ്ജക്റ്റാണ്. തൗബ എന്ന സബ്ജക്റ്റ് ഞാനിവിടെ 40-ൽ പരം പ്രാവശ്യം അല്ലാഹു ഖുർആനിൽ ചർച്ച ചെയ്തതായ സബ്ജക്റ്റ് 155-6 പ്രാവശ്യം എന്റെ ഓർമ്മയിൽ വരുന്നില്ല. ഇവിടെ അൽ ഇസ്തിഗ്ഫാർ എന്ന തലക്കെട്ടിട്ടുകൊണ്ട് ആ തലക്കെട്ടിലൂടെ വിശദീകരിച്ച് ഞാൻ സംസാരിച്ച വിഷയമാണ്. എങ്കിലും നമുക്ക് ഇൻഷാ അല്ലാഹ് ആ ഭാഗങ്ങളെ തൊട്ട് സംസാരിക്കേണ്ട ഭാഗങ്ങൾ ഇന്ന് ചില ഭാഗങ്ങൾ ഉണർത്തുകയും ചെയ്യാം. റിയാദിൽ ഉള്ളതായ പ്രസംഗം അഥവാ ഇവിടുത്തെ ഉലമാ സംഘത്തിന്റെ തലവൻ ഷെയ്ഖ് അബ്ദുൽ അസീസ് അബ്ദുള്ള ആല ഷെയ്ഖ് സംസാരിച്ചത് ഭാര്യ ഭർത്തൃ ബന്ധത്തെക്കുറിച്ചും അതിലുള്ളതായ വീഴ്ചകൾ നികറ്റാനുള്ളതായ ഭാഗങ്ങളെ കുറിച്ചൊക്കെയായിരുന്നു. സഹോദരന്മാരെ, സഹോദരികളെ, യഥാർത്ഥത്തിൽ പാപമോചനം എന്ന വിഷയം അഥവാ തൗബ എന്ന വിഷയമല്ല ഞാൻ മദീനയിൽ സംസാരിച്ച വിഷയം പറയുമ്പോൾ എന്റെ സദസ്യരോട് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം തൗബയെക്കുറിച്ച് ഞാനിവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ വരെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല യമുദ്ദു യദൈഹി, അവനോട് യോജിക്കുന്ന ദാത്തിനോട്, അളമത്തിനോട് യോജിക്കുന്ന അവന്റെ വിശാലമായ അനുഗ്രഹീത കയ്യിന് അവൻ രാത്രി തെറ്റ് ചെയ്തവർക്ക് പകൽ തെറ്റ് ചെയ്തവർക്ക് രാത്രി വിടർത്തിക്കൊണ്ടേയിരിക്കും. ചോദിച്ചോളീൻ, ഞാൻ മറുപടി നൽകാൻ തയ്യാറാണ്. ഇവിടെ തെറ്റ് ചെയ്യാത്തവരില്ല. റസൂലുള്ളാഹ് പറഞ്ഞതായ ശൈലി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തെ ഖുതുബയുടെ തുടക്കത്തിൽ മദീനയിൽ റസൂലുള്ളാഹിന്റെ മിമ്പറിന്റെ മീതെ വെച്ച് നിങ്ങൾ കേട്ടുകഴിഞ്ഞു. എന്താണത്? കുല്ലു ബനി ആദമ ഖത്താ. ഞാനിവിടെ സാധാരണ ദശക്കണക്കിൽ പ്രാവശ്യം ഉണർത്താറുള്ള ഭാഗമാണത്. കുല്ലു ബനി ആദമ ഖത്താ. ആദമിന്റെ സന്തതികളാസകലം പിഴവുകൾ, തെറ്റുകൾ വന്നു പോകാൻ സാധ്യതയുള്ളവരാണ്, തെറ്റ് വരുന്നവരാണ്. എത്രത്തോളം ഇമാം മോദി ഹദീസ്, മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നിങ്ങൾ മറന്നു കാണുകയില്ല, നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. എന്താണത്? നിങ്ങൾ ആരും തെറ്റ് ചെയ്തില്ലെങ്കിൽ തെറ്റ് ചെയ്യുന്നവരെ ഞാൻ ശിക്ഷിക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ തെറ്റ് ചെയ്യുന്നവരുണ്ടാവൽ നിർബന്ധമാണ്, മനുഷ്യ സഹജമാണ് തെറ്റുണ്ടാവുക. തെറ്റുണ്ടായത് കൊണ്ടാണ് നമ്മുടെ ആദ്യ പിതാവായ അബുൽ ബഷർ അബുന ആദം അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്നിട്ട് ഈ നാട്ടിലേക്ക് വന്നത് എന്നത് നമുക്കറിയാം. പക്ഷേ തെറ്റ് ചെയ്യുക എന്നതല്ല പ്രശ്നം, മറിച്ച് തെറ്റാണെന്ന് സമ്മതിച്ചുകൊണ്ട് പശ്ചാത്തപിക്കുക എന്നതാണ് മുഖ്യം എന്ന കാര്യമാണ് ഇമാം ഉണർത്തിയത്. നാമും ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. നമ്മിൽ നിന്നിട്ട് തെറ്റ് വരാം. തെറ്റ് വരുമ്പോൾ ആ തെറ്റിൽ നിന്നിട്ട് മുക്തരാവാൻ വേണ്ടി റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു കാറിന്റെ ഗ്ലാസിന്റെ മുൻഭാഗത്ത് കാണുന്നതായ സഫായ എല്ലാവർക്കും പരിചയമുള്ളതാണ്. മഴ പെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് ശരിക്ക് കാണാൻ വേണ്ടി അത് ക്ലിയർ ആക്കിക്കൊണ്ടേയിരിക്കുന്ന ശൈലിയാണ് നമ്മുടെ മുമ്പിൽ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ. 155 തവണ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു
ജലാലു ഇസ്തിഗ്ഫാർ എന്ന പദപ്രയോഗം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഖുർആനിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഒരു ശൈലിയുണ്ട് ഖുർആനിൽ, തൂബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങളെല്ലാവരും റബ്ബിലേക്ക് പശ്ചാത്തപിക്കുക, റബ്ബിനോട് കുറ്റം സമ്മതിക്കുക, റബ്ബിനോട് കേണപേക്ഷിക്കുക. നിങ്ങളെല്ലാവരും എന്നാ പറയുന്നത്. എന്തിനാണ്? ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയം വേണമെങ്കിൽ. അതുകൊണ്ട് ആ വിഷയം നാം തീർത്ത് പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട കാര്യമാണ്. പക്ഷേ പ്രവർത്തന രൂപത്തിൽ കൊണ്ടുവരുന്നതിലാണ് നമ്മുടെ വീഴ്ച. അവിടേക്ക് നാം എത്തുന്നതിന് മുമ്പ് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിച്ചതായ വിഷയം അത് ഈ തെറ്റുകൾ എന്ന പാപങ്ങൾ എന്ന ആ സബ്ജക്റ്റ് തന്നെ യഥാർത്ഥത്തിൽ നാം വേണ്ടതുപോലെ മനസ്സിലാക്കുകയാണെങ്കിൽ തെറ്റ് ചെയ്യുകയില്ല. ഞാനൊരു ശൈലിയിൽ പറയാറുണ്ട്, കഴിവിന്റെ പരമാവധി തെറ്റുകൾ നിന്നിട്ട് ഞാനടക്കമുള്ള നാം മുക്തരാവാൻ വേണ്ടി പാടുപെടുക. തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ റിപ്പയർ ചെയ്ത ശേഷം ഉണ്ടാകുന്ന യന്ത്രവും റിപ്പയർ ചെയ്യേണ്ടി വരാതെ അതേ ഒറിജിനൽ ഫാക്ടറിയിൽ നിന്നിട്ട് ഇറങ്ങിയ രൂപത്തിൽ തന്നെ ഒരു യന്ത്രം പ്രവർത്തിക്കുന്നത് വ്യത്യാസമുണ്ടല്ലോ. ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പശ്ചാത്തപിച്ചു കഴിഞ്ഞാൽ ആ പശ്ചാത്താപം പ്രഭു സ്വീകരിക്കും, വളരെ ക്ലിയർ ആയി എന്നതൊക്കെ ശരിയാണ്. എങ്കിലും എന്താ നബിമാര് ശഫാഅത്തിന്റെ ഹദീസിൽ നാം പഠിച്ചത്, നബിമാരൊക്കെ നാം അവരുടെ അടുക്കിലേക്ക് ചെന്നിട്ട് ഒന്ന് നിങ്ങൾ റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യണം എന്ന് പറയുമ്പോൾ നബിമാർ എന്താ പറഞ്ഞത്? ആദം നബി പറയുന്നു, മക്കളെ എന്നെ കൊണ്ട് പറ്റൂല, ഞാനൊരു തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്. ആ തെറ്റ് കാരണത്താൽ റബ്ബിന്റെ മുമ്പിൽ ഞാൻ എങ്ങനെയാണ് ഉള്ളവരെ കുറിച്ച് സംസാരിക്കുക? എന്നെ കുറിച്ച് തന്നെ എനിക്ക് പേടിയാണെന്ന് അല്ലാഹു ഖുർആനിൽ പറയാണ്. ഫഅസാ ആദമു റബ്ബഹു ഫഗവാ തുമ്മ എന്താ കാട്ടിയത്? അല്ലാഹ് പുറത്തു കൊടുത്തു. താബ അലൈഹി, അള്ളാഹു പുറത്തു കൊടുത്തു, പശ്ചാത്താപം സ്വീകരിച്ചു എന്ന് ഖുർആൻ പറയുന്നതായ ആ തെറ്റിനെ കുറിച്ചാണ് ആദം പറയുന്നത്. അതുപോലെ തന്നെ മഹാനായ നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് കഴിഞ്ഞ ഷഫാഅത്തിന്റെ ക്ലാസ്സിൽ ഞാൻ ഇവിടെ കേൾപ്പിച്ചു. നൂഹ് നബി അലൈഹി ഇസ്ലാം അവിടെ നിന്ന് നമ്മോട് പറയും, റബ്ബിനോട് എങ്ങനെയാണ് ഞാനിപ്പോൾ എന്റെ സമൂഹത്തിനെതിരിൽ പ്രാർത്ഥിച്ചതിന് പകരം പരലോകത്തിൽ എത്തിക്കഴിഞ്ഞാൽ ചോദിച്ചു കളഞ്ഞാൽ മറുപടി നൽകുക? അതുകൊണ്ട് മക്കളെ, നിങ്ങൾ ഞാനല്ലാത്തവരെ നോക്കൂ. ഇബ്രാഹിമും അങ്ങനെ, മൂസയും അങ്ങനെ, ഓരോരുത്തരും അവിടെ തെറ്റ് അള്ളാഹ് പുറത്തു കൊടുത്തു എന്ന് ഭൂമിയിൽ നിന്നിട്ട് തന്നെ വിവരം കിട്ടിയ ശേഷമാണ് അവരുടെ സ്ഥിതി. എന്റെയും നിങ്ങളുടെയും സ്ഥിതി അങ്ങനെയല്ല. എനക്കും നിങ്ങൾക്കും ഒരു ഉറപ്പുമില്ല. അള്ളാഹ് പുറത്ത് തന്നിട്ടുണ്ടോ, തരുമോ, പശ്ചാത്താപം സ്വീകരിച്ചോ ഇല്ലേ, ഇതൊന്നും നമുക്ക് ഉറപ്പില്ല. അങ്ങനെയാകുമ്പോൾ നമ്മുടെ കഴിവിന്റെ പരമാവധി നാം തെറ്റുകളിൽ നിന്നിട്ട് മുക്തരാവാൻ വേണ്ടി പാടുപെട്ടുകൊണ്ടേയിരിക്കുക. സൽക്കർമ്മങ്ങളുടെ തോത് കുറഞ്ഞാലും വിരോധമില്ല, നിർബന്ധ ബാധ്യതകളല്ല, 5 വക്ത് നമസ്കാരമല്ല, നിർബന്ധ ബാധ്യതകളല്ലാത്ത സുന്നത്തായ അമലുകളുടെ തോത് കുറഞ്ഞാലും വിരോധമില്ല. എങ്കിലും തെറ്റുകൾ വർദ്ധിക്കാൻ നാം ഒരിക്കലും കാരണക്കാരാവരുത്. തെറ്റുകളുടെ ശതമാനം അല്ലാഹു ഗഫൂറുർ റഹീം അല്ലേ എന്ന് വിചാരിച്ചിട്ട് ചിലരങ്ങനെ പറയാറുണ്ട്. തെറ്റ് ചെയ്യുന്ന വേളയിൽ, ഇപ്പോൾ ഞാൻ യുവാവല്ലേ, യുവത്വം തൊഴുവൻ സമയമല്ലേ, നല്ല പുഷ്ടിയില്ലേ, നല്ല കഴിവും കൽപ്പുള്ള സമയമല്ലേ, ഇപ്പോഴൊക്കെ അശ്ലീലം കണ്ടില്ലെങ്കിൽ, ഫിലിം കണ്ടില്ലെങ്കിൽ, വിനോദങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴാ ചെയ്യുക? അതൊക്കെ നേരെ വരുമ്പോൾ പിന്നെ ആലോചിക്കാം. തോവിയുടെ കാര്യം അല്ലാഹു ഗഫൂറുർ റഹീം അല്ലേ എന്നൊക്കെ പറഞ്ഞ് കൈമലർത്തും. പക്ഷേ അത് പറഞ്ഞ റബ്ബ് തന്നെ നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം, എന്റെ അടിമകൾക്ക് നിങ്ങൾ ഒരു മഹാവാർത്ത എത്തിച്ചു കൊടുക്കണം മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണത്? അന്നി അനൽ ഗഫൂറുർ റഹീം, ഞാൻ അങ്ങേയറ്റം മാഫി ചെയ്യുന്ന ആളാണ്. പക്ഷേ അതോടൊപ്പം അന്നഅദാബി ഹുവൽ അദാബുൽ അലീം, എന്റെ ശിക്ഷ കഠിനകഠോരമാണ്, അനുഭവിക്കാൻ പറ്റാത്തതാണ്, ശിക്ഷ ഭയാനകമാണ്, ആ ശിക്ഷയുടെ ഉടമയാണ് ഞാൻ എന്നതും നിങ്ങൾ ഓർക്കണം. ഇന്ന ബത്ഷ റബ്ബിക ലശദീദ്, റബ്ബിന്റെ പിടിച്ച് ശിക്ഷിക്കൽ വളരെ കടുകട്ടി. ഭൂമിയിൽ തന്നെ വെറും ബ്രേക്ക്ഫാസ്റ്റ് എന്നോണം അല്പം പരിശോധിക്കാൻ വേണ്ടി എന്ന് മാത്രം ഭൂകമ്പം ഉണ്ടാകുന്നു, വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു, കൊടുങ്കാറ്റുണ്ടാകുന്നു. നോടിയിട കൊണ്ട്, ഒരു മിനിറ്റ് കൊണ്ട് മാത്രം 5000-ങ്ങൾ 10,000-ങ്ങൾ ലക്ഷങ്ങൾ ചുട്ടിച്ചാമ്പലാകുന്നു, അല്ലെങ്കിൽ നാമാവശേഷമാകുന്നു. അത് അള്ളാന്റെ ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇവിടെ നൽകുന്ന പരിശോധന മാത്രമാണ് എന്നാണ് റബ്ബ് പറയുന്നത്. പരലോകത്തിലുള്ളതായ വലിയ ശിക്ഷ അത് വേറെ തന്നെയുണ്ട്. ഇത് കാണുന്നവർ അതിലൂടെ പാഠം പഠിക്കാൻ വേണ്ടിയാണ് എന്നാണ് ഇവിടെയുള്ള ഭൗതിക ശിക്ഷയെ കുറിച്ച് റബ്ബ് പറയുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരികളെ, നെറ്റിലൂടെയാവട്ടെ മറ്റേത് രൂപത്തിലൂടെയാവട്ടെ എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദര സഹോദരിമാരെ, നമുക്ക് അള്ളാഹുവിന്റെ ശിക്ഷ അനുഭവിക്കാൻ
ഒരു സെക്കൻഡ് പോലും അനുഭവിക്കാൻ നമ്മെക്കൊണ്ട് സാധിക്കുക തന്നെ ഇല്ല. ഭൂമിയിൽ വളരെ സുഖലോലുപനായിട്ട് ഭൂമിയിൽ ചെയ്യാൻ പറ്റുന്ന സർവ്വ ആ സുഖങ്ങൾ, ആഡംബരങ്ങൾ ഇസ്ലാം കൽപ്പിക്കാത്ത രൂപത്തിൽ ചെയ്തതായ മനുഷ്യനെ പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവന് ഒരു സെക്കൻഡ് അല്ല അതിനേക്കാളും കുറഞ്ഞ സമയം ഒന്ന് നരകത്തിലേക്ക് മുക്കി വലിച്ചിട്ട് നീ വല്ല സുഖവും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കപ്പെടുന്നതാണ്. അവൻ പറയുന്നതാണ്, സുഖമെന്താണെന്നത് ഞാൻ തീണ്ടിയിട്ടേ ഇല്ല. ഭൂമിയിൽ അവൻ ജീവിച്ച ജീവിതം മുഴുവനും അവൻ സുഖിച്ച് ജീവിച്ചതാണ്. വേണ്ടത് കണ്ടതും കേട്ടതും കാണാം, തിന്നാം, പിടിക്കാം, കുടിക്കാം, ഇടിക്കാം, എന്തും തിന്നാം, എന്തും കേൾക്കാം, എന്തും കാണാം എന്ന മൃഗതുല്യ ജീവിതം ജീവിച്ച മനുഷ്യനെ കുറിച്ചായി പറയുന്നത്. അപ്പോൾ ഒരു നിമിഷം പോലും നമ്മെ കൊണ്ട് അനുഭവിക്കാൻ പറ്റാത്ത ശിക്ഷയാണ് ഇന്ന് ഇമാമ് പറഞ്ഞതായ വിശാലമായ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ ആ കവാടത്തെക്കുറിച്ച് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. ഒരിക്കലും അത് നാം നിഷേധിക്കുന്നില്ല. പക്ഷേ നമുക്കെന്തറിയാം, എന്റെ റബ്ബ്, എനിക്ക് റബ്ബ് മാഫി ചെയ്യുമോ? റബ്ബിനൊരു ശൈലിയുണ്ട്. ഖുർആനിൽ ഞാൻ പലപ്പോഴും ഇവിടെ ഉണർത്താറുണ്ട്. എന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല വഅലമൂ അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വ ഖൽബിഹി വ അന്നഹു ഇലൈഹി തുഹ്ശറൂൻ. അജീബു, നിങ്ങൾ മറുപടി നൽകുക. അള്ളാഹുവിനും അള്ളാഹുവിന്റെ ദൂതർക്കും അള്ളാഹുവിന്റെ വിളിക്ക്, നിങ്ങളെ അനുഗ്രഹത്തിലേക്ക് ക്ഷണിക്കുന്ന വിളിക്ക് എന്തുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് മറുപടി നൽകണം? അത് പിന്തിപ്പിക്കാൻ, അത് പിന്നെയാവാം, അത് പിന്നെയും തൗബ ചെയ്യാം എന്ന് പറയാൻ പറ്റൂല. വഅലമൂ, അറിയണം, അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വ ഖൽബിഹി, മനുഷ്യനെയും അവന്റെ ഹൃദയത്തിന്റെയും ഇടയിൽ അല്ലാഹ് മറവിട്ട് കളയും. എന്താ അതിന്റെ അർത്ഥം? ശ്രദ്ധിക്കുക. എന്താ അതിന്റെ അർത്ഥം? ഒരു മനുഷ്യൻ ജീവിക്കുന്ന വേളയിൽ, അവൻ തെറ്റ് ചെയ്യുന്ന വേളയിൽ അവന്റെ വിശ്വാസം തന്നെ ഞാൻ ഇപ്പോൾ സുഖിക്കട്ടെ പിന്നെയാവാം ഇസ്തിഗ്ഫാർ എന്ന അവഗണന ശരിയാണെങ്കിൽ അങ്ങനെയുള്ള തൗബക്കുള്ള ചാൻസ് അല്ലാഹ് നൽകുകയില്ല. മറവിട്ട് കളയും. തൗബയ്ക്കുള്ളതായ ചാൻസ് അല്ലാഹ് നൽകൽ, മരിക്കാൻ പോകുമ്പോൾ ഇസ്തിഗ്ഫാർ ചെയ്യാൻ ചാൻസ് നൽകൽ, മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കാൻ ചാൻസ് നൽകൽ. ആ റബ്ബ് പറഞ്ഞ റൂട്ടിൽ ജീവിച്ചവനാണ്, ക്യൂ ക്ലിയർ ആയവനാണ്, അള്ളാഹുവിന്റെ പാതയിൽ ചലിക്കണമെന്ന നിർബന്ധമുള്ള ആൾക്കാണ്. അതുപോലെ തെറ്റ് ചെയ്യുമ്പോഴെല്ലാം കുറ്റബോധങ്ങളോടുകൂടി ജീവിക്കുന്ന ആൾക്കാണ്. പലരും തെറ്റ് ചെയ്യൽ കുറ്റബോധത്തോടു കൂടിയല്ല. പിന്നെയോ ഇപ്പോൾ അതിന്റെ സമയമല്ല, ഇപ്പൊ തൗബ ചെയ്യാനായിട്ടില്ല. ഒരാൾ പറയാണ്, സഹോദര, ഇവിടെ ക്ലാസ് ഒക്കെ നടക്കുന്നുണ്ടല്ലോ, റസൂൽ നിസ്കരിച്ച പള്ളിയാണെന്നൊക്കെ പറയുന്ന പള്ളിയിൽ മദീനത്ത് ക്ലാസ് നമ്മുടെ മാതൃഭാഷയിൽ നടത്താൻ ഈ സൗദി ഗവൺമെന്റ് അനുവദിച്ചിരിക്കവേ അത് ഉപയോഗപ്പെടുത്തിക്കൂടെ? ഒന്നത് വന്ന് കേട്ടൂടെ? എന്നിട്ട് വല്ല വീഴ്ചയുണ്ടെങ്കിൽ നെഗറ്റീവൂടെ? തെറ്റോ ശരിയോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് കേൾക്കണ്ടേ? ഒന്ന് വന്നൂടെ എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ഞാൻ ക്ലാസ് കേൾക്കാൻ വന്നതല്ല, ഇവിടെ ഞാൻ കാശുണ്ടാക്കാൻ വന്നതാണെന്ന മറുപടി. ഒരാളുടെ മറുപടിയാ. അങ്ങനെയൊക്കെ പറയുന്നവരൊക്കെ കുറവല്ല. എത്ര ധൈര്യം വേണം? എന്ത്? അള്ളാഹുവിന്റെ വഴി വേണ്ടെന്ന് വെക്കാൻ എത്ര ധൈര്യം വേണം? എന്ത്? പശ്ചാത്തലം വേണ്ടെന്ന് വെക്കാൻ എത്ര ധൈര്യം വേണം? എന്തിന്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച, തയ്യാറാക്കി വെച്ചതായ ആ നരകത്തിൽ കടക്കാതിരിക്കാൻ എനിക്ക് നിർബന്ധം വേണമെന്ന് ഒരു മനുഷ്യൻ, ഒരു മുസ്ലിമാണെങ്കിൽ ഇല്ലാതിരിക്കാനോ ഒരിക്കലും അരുത്, നമുക്ക് പറ്റൂല. ദുനിയാവ് അല്ലാഹു പറയുന്നു എന്ത്? നിങ്ങൾ കത്തിച്ചുകൊണ്ടിരിക്കുന്നതായ, ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായ തീയിനെ നിങ്ങൾ കാണുന്നില്ലേ? അൻതും അൻശഅതും ശജറതഹാ അം നഹ്നുൽ മുൻശിഊൻ. അതിന്റെ വൃക്ഷത്തെ നാം ആണോ സൃഷ്ടിച്ചത്, അല്ല നിങ്ങളാണോ സൃഷ്ടിച്ചത്? നഹ്നു ജഅൽനാഹാ തദ്കിറ, നിങ്ങൾ ഈ ഉപയോഗിക്കുന്നതായ ഈ തീയിനെ ഞാൻ എന്തിനാണ് സൃഷ്ടിച്ചത്? അത് നിങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്യാൻ മാത്രമല്ല, പിന്നെയോ തദ്കിറ, അത് കണ്ടിട്ട് പരലോക തീയിനെ ഓർക്കാനാണ്. പരലോക തീ നിങ്ങൾ കാണുന്ന തീയിനേക്കാൾ 70 ഇരട്ടി ചൂടുള്ളതായ തീയാണ്. അത് നിങ്ങൾക്ക് സഹിക്കാൻ സാധിക്കുക തന്നെ ഇല്ല. ഇതൊന്ന് ഓർത്ത് ജീവിച്ചാൽ ഇന്ന് ഇമാം ഉണർത്തിയതായ ഇസ്തിഗ്ഫാർ എന്നും ഉണ്ടാകും. നാം ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. നമുക്ക് എത്ര ഒരു സുഹൃത്ത് പറയുകയുണ്ടായി, ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ഇലക്ട്രോണിക് യുഗമാണല്ലോ, ഇലക്ട്രോണിക് ഈ സിഗ്നൽ വർക്ക് ചെയ്യുമ്പോൾ സിഗ്നലിൽ ചുവപ്പ് വന്നാൽ എന്ത് വരും? പെട്ടെന്ന് എണ്ണാൻ തുടങ്ങും അല്ലെ? ഒരു സഹോദരൻ ഇങ്ങനെ തീരുമാനിച്ചു, ഇത് സെക്കൻഡുകളാണല്ലോ, ഏത് 150 കണ്ടു. 150 എന്ന് പറഞ്ഞാൽ 150 സെക്കൻഡ് കഴിയുമ്പോഴാണ് ഇനി പച്ച, ഇനി വരാ ഗ്രീൻ കത്ത അല്ലെ?
അപ്പോൾ 150 സെക്കൻഡ് മൂപ്പര് അവിടെ ഇരിക്കുമ്പോൾ വെറുതെ ഇരിക്കേണ്ടാന്ന് തീരുമാനിച്ചു. മൂപ്പര് 150 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു എന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ചിന്തിക്കാറില്ല. ആ അല്പസമയം ആ സിഗ്നൽ തുറന്നു കിട്ടാൻ കാത്തു നിൽക്കുന്ന ടൈമിലൂടെ 150 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് ചെല്ലാൻ പറ്റി. വലിയ പ്രയാസമുള്ള കാര്യമാണോ? അല്ല. ഒരു മനുഷ്യനോട് ഞാൻ കുറെ കാലമായി, മലയാളിയാണെങ്കിലും ബംഗാളിയാണെങ്കിലും, ചിലപ്പോൾ നിങ്ങൾ പറയും അത് ബംഗാളിയല്ലേ, അതെ ബംഗാളിയും മലയാളമൊക്കെ സമം തന്നെ ഇത്ര കാര്യത്തിൽ. അദ്ദേഹം മനക്കെട്ട് 18 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത്. 18 മണിക്കൂർ വെയിറ്റുള്ള സാധനങ്ങൾ കയറ്റി കിട്ട് ഇറക്കുന്ന കാണാം. ഒരു വക്ത് നിസ്കാരത്തിന് തൊട്ട പള്ളിയിലേക്ക് എത്തൂല. 5 പള്ളി പരിസരത്തിലുണ്ട്. ഞാൻ ചോദിച്ചു, സുഹൃത്തെ, ഈ പൊക്കുന്ന താഴ്ത്തുന്ന ഈ പ്രയാസങ്ങളൊന്നും 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടല്ലോ? മറുപടി, നിങ്ങൾ പ്രാർത്ഥിച്ചേക്കുന്നു. പ്രാർത്ഥന കൊണ്ട് കിട്ടൂല. പ്രാർത്ഥിച്ചാൽ കിട്ടുകയാണെങ്കിൽ ബൈത്തുൽ മഖ്ദിസ് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ട് എത്ര കൊല്ലായി? കിട്ടിയോ? പ്രാർത്ഥിച്ചാൽ കിട്ടൂല. ഇന്ന് വരെ മസ്ജിദുൽ നബവിയിൽ വെച്ചിട്ട് ഇമാം പ്രാർത്ഥിച്ചല്ലേ ബൈത്തുൽ മഖ്ദിസിന്റെ കാര്യത്തിൽ? അപ്പോൾ പ്രാർത്ഥിച്ചാൽ കിട്ടുന്ന മതമല്ല ഇത്. പ്രവർത്തിച്ച് പ്രാർത്ഥിക്കണം. വെറും പ്രാർത്ഥന കൊണ്ടൊരു പ്രയോജനവുമില്ല. പ്രാർത്ഥന കൊണ്ട് പ്രയോജനമുണ്ടെങ്കിൽ റസൂൽ എന്തിനാ മദീനയിലേക്ക് മനക്കെട്ട് പ്രയാസപ്പെട്ട് മുഴുപ്പട്ടിണി അരപ്പട്ടിണി കല്ലേറുകൊണ്ട് എല്ലാ പ്രയാസത്തോടും നാട് കടത്തപ്പെട്ടു പോവിടുന്നു. അങ്ങനെ മദീനയിലേക്ക് ഓടേണ്ടി വന്നു റസൂൽ. നിങ്ങൾ അറിഞ്ഞില്ലേ ഓടിയ രംഗം? എന്നിട്ട് ഒളിക്കാ വഴിയിൽ. അത് പേടിച്ചിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കക്കാര് അവരുടെ പാരക്കപ്പാച്ചലിൽ പിടുത്തത്തിൽ പെടാതിരിക്കാൻ വേണ്ടി യമനിലേക്ക് പോകുന്ന റോട്ടിൽ കൂടിയാ ഓടിയത്. മദീനയിലേക്കുള്ള റോട്ടിൽ കൂടിയല്ല. ഒരു പ്രയാസം നമ്മുടെ അനിശ്ചിതതാവായ കണ്ണിലുണ്ണിയായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അനുഭവിച്ചത് നിങ്ങൾ നോക്കുക. എന്തിനാണത്? ഇവിടെ കഷ്ടപ്പെടേണ്ട മതമാണിത്, പ്രവർത്തിക്കേണ്ട മതമാണിത്, എത്തിക്കേണ്ട മതമാണിത് എന്നല്ലാതെ പ്രാർത്ഥിച്ചുകൂടേണ്ട മതം മാത്രമല്ല എന്ന് പഠിപ്പിക്കാനാണ്. എന്നല്ലാതെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന കഅബത്തിന്റെ വാതിലിന്റെ മുമ്പിൽ വെച്ചിട്ട് ആ കഅബത്തിന്റെ വാതിലിന്റെയും ഹജറുൽ അസ്വദിന്റെ ഇടയിൽ വെച്ചിട്ട് കൈപൊക്കിയിട്ട് റബ്ബേ കുറെ മുഅ്മിനീങ്ങളെ നൽകണം, കുറെ മുസ്ലിങ്ങളെ തരണം, മക്കക്കാരെ മുഴുവൻ ആക്കി മാറ്റണം എന്ന് പ്രാർത്ഥിച്ചാൽ മതി റസൂലിന്. അതല്ല കാട്ടിയത്, അതല്ല നമുക്ക് പ്രവർത്തിച്ച് കാണിച്ചെന്നത്. റസൂൽ പോയാൽ ഇവിടെ ഇനി നബി വരാനില്ല. ആ ഉള്ള നബിയിലൂടെ നിങ്ങൾ പഠിക്കേണ്ടത് പഠിക്കണം. ആ പഠിക്കേണ്ട ഭാഗങ്ങൾ പെട്ടതാണ്. ഇത് പ്രവർത്തിക്കേണ്ട മതമാണ്, ഇത് എത്തിക്കേണ്ട മതമാണ്, ഇത് യാതനകളും വേദനകളും അനുഭവിക്കേണ്ട മതമാണ്. ഏത് നിങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് പരീക്ഷണമുണ്ടാകും, നിങ്ങളുടെ സമ്പത്തിൽ പരീക്ഷണമുണ്ടാകും. നിങ്ങൾ മുസ്ലിമായി ജീവിക്കാൻ തീരുമാനിച്ചാൽ മുസ്ലിങ്ങളും കാഫിരീങ്ങളും ജൂതന്മാരും നിങ്ങളെ ദ്രോഹിക്കും, നിങ്ങളെ മർദ്ദിക്കും, നിങ്ങളെ പ്രയാസപ്പെടുത്തും. ഖുർആൻ പറയാണ് കൂട്ടരെ. ഇന്ന് മദീന മിമ്പറിന്റെ മീതെ നാം കേട്ട ആയത്താണ് കൂട്ടരെ. അതെ, സോറി, റിയാദ് മിമ്പറിന്റെ മീതെ ഓതിയതായ ആയത്താണത്. റിയാദ് മിമ്പറിന്റെ മീതെ ഇന്ന് ഓതിയതായ ആയത്താണ്. പറഞ്ഞു വരുന്നത് പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും നാം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നാം പ്രവർത്തനമില്ലാതെ മയങ്ങി വിനോദാഭാസങ്ങളുടെ പിന്നിൽ, അതുപോലെ തന്നെ ഫിലിംസുകളുടെ പിന്നിൽ, ക്രിക്കറ്റുകളുടെ പിന്നിൽ, അതെ ക്രിക്കറ്റ് ദിവസങ്ങളിൽ ചില ആൾക്കാർ നിസ്കാരം ഒഴിവാക്കിയതാണ്. ഖളാക്കിയതല്ല, ഒഴിവാക്കി കളഞ്ഞു. ഇസ്ലാമിൽ അങ്ങനെ സാധനം തന്നെ ഇല്ല ഖളാക്ക എന്നുള്ളത്. അതെപ്പോഴാണ്? ഇസ്ലാം അനുവദിച്ച, കേട്ടോളീൻ വിധി കേട്ടോളീൻ, ഇസ്ലാമിന്റെ വിധി. ഇസ്ലാം അനുവദിച്ച ഒഴിവ് കിഴിവുള്ള മനുഷ്യന് നമസ്കാരം അറിയാതെ അശ്രദ്ധ കൊണ്ട് ക്ഷീണത്തിന്റെ കടുപ്പം കൊണ്ട് ഉറങ്ങിപ്പോയാൽ ഉണർന്നാൽ നമസ്കരിക്കണം എന്നല്ലാതെ കരുതിക്കൂട്ടി നമസ്കാര ടൈമാണെന്ന് അറിഞ്ഞിട്ട് അലറാമ് വരെ വെക്കാതെ മാധ്യമങ്ങളൊന്നും ഇല്ലാതെ കരുതിക്കൂട്ടി നമസ്കാരം ഖളാക്കുന്നവൻ അവൻ ജീവിതം മുഴുവൻ നമസ്കരിച്ചാൽ ആ ഖളാക്കിയതായ നമസ്കാരത്തിന്റെ സ്ഥാനത്താവുക തന്നെ ഇല്ല. എത്രത്തോളം അത് അല്ലാഹ് സ്വീകരിക്കുക തന്നെ ഇല്ല എന്നാണ് ഒരു വിഭാഗം ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ നിഗമനം. നമസ്കാരം അങ്ങനെയാണ്. അങ്ങനെ ക്രിക്കറ്റിന് വേണ്ടി തള്ളേണ്ടതല്ല, അല്ലെങ്കിൽ പന്ത് കളിക്ക് വേണ്ടി തള്ളേണ്ടതല്ല, അല്ലെങ്കിൽ വിനോദാഭാസങ്ങൾക്ക് വേണ്ടി നീക്കി വെക്കേണ്ടതല്ല. നാം അതിനു വേണ്ടിയല്ല ജീവിക്കുന്നത്. നാം ഈ പ്രപഞ്ചത്തെ അള്ളാഹ് സൃഷ്ടിച്ചത് നമുക്ക് വേണ്ടി, നമ്മെ സൃഷ്ടിച്ചത് അള്ളാഹിനെ ആരാധിക്കാൻ വേണ്ടി. അള്ളാഹിനെ ആരാധിച്ചു കഴിഞ്ഞാൽ ഈ ഭൂഗോളത്തിന്റെ 10 വലുപ്പമുള്ള വിശാലമായ സ്വർഗലോകം അവസാനം സ്വർഗത്തിൽ കടക്കുന്ന വ്യക്തിക്ക് ലഭിക്കുമെന്ന് ഈ പള്ളിയിൽ നമസ്കരിച്ചവരും നമ്മുടെ മുമ്പിൽ അന്ത്യവിഷമുള്ളവരുമായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതിനുവേണ്ടിയാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം. എന്റെ ശിക്ഷ കഠോരമാണ്, നിങ്ങൾക്ക് അത് അനുഭവിക്കാൻ സാധിക്കുന്നതല്ല എന്ന് റബ്ബ് പറഞ്ഞ ശരി മുമ്പിൽ വെച്ചിട്ട് ജീവിച്ചാൽ മതി. അല്ലാഹു പറയുന്നു വിശുദ്ധ ഫുർഖാനിൽ അദീമിൽ, ഞാൻ ഓതിയ ആയത്തുകൾ കേൾക്കുക. സയ്യിആത്ത് പറയുമ്പോൾ
വല്ലദീന യസ്ലു നല്ല റൂട്ടിലേക്ക് പോകുന്ന വിഭാഗം, അതുപോലെ തന്നെ ക്ഷമ കൈകൊള്ളുന്നവരായ വിഭാഗം, അതുപോലെ തന്നെ തെറ്റുകൾ വരുമ്പോൾ അതിൽ നിന്നിട്ട് മോചനം നേടാൻ വേണ്ടി റസൂലുള്ളാഹി കുട്ടി സഹാബിയുടെ തോളിൽ കൈവച്ചിട്ട് അത്ബിഇൽ ഹസനത സയ്യിഅ, നീ തെറ്റ് വന്നു പോകുമ്പോൾ ഉടനെ തന്നെ നന്മ ചെയ്യുക എന്ന ആ ഉപദേശം എവിടുന്ന് കിട്ടി? ആ ഉപദേശം ഖുർആനിലുള്ള ഭാഗമാണ്. നമ്മുടെ വിഷയമാകുന്ന സയ്യാത്ത് പറയുമ്പോൾ, തെറ്റായ കാര്യങ്ങൾ പറയുമ്പോൾ, പ്രത്യേകിച്ച് തെറ്റായ കാര്യത്തിൽ മുജാഹറത്ത് ഞാൻ പറയാൻ പോകുന്ന ഭാഗങ്ങളുണ്ട്. അത് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഭാഗമാണ്. അല്ലാഹു പറയുന്നു, വല്ലദീന, ഒരു വിഭാഗം, യസ്ലൂന മാ അമറല്ലാഹു ബി അയ്യുസൽ, ചാർച്ചബന്ധം ചേർക്കാൻ പറഞ്ഞവർ ചാർച്ചബന്ധം ചേർക്കുന്നവര്, വയഖ്ശൗന റബ്ബഹും, ചാർച്ചബന്ധം ചേർക്കാൻ അള്ളാഹു പറഞ്ഞ കൽപ്പനയാണ്. ആ ചാർച്ചബന്ധം ചേർക്കുന്നവര്, കുടുംബവുമായി ബന്ധമുണ്ടായിക്കൊണ്ടേയിരിക്കുന്നവര്, വിദേശത്താണെങ്കിലും വിരോധമില്ല. ഈ കാലഘട്ടത്തിൽ നെറ്റിലൂടെ, ഫോണിലൂടെ, കാശയക്കലിലൂടെ, സഹകരിക്കലിലൂടെ, കേസറ്റ് അയക്കലിലൂടെ, CD അയക്കലിലൂടെ, പുസ്തകങ്ങൾ അയക്കലിലൂടെ പല രൂപത്തിലും അവരുമായിട്ട് സഹകരിച്ചുകൊണ്ടേ ഇരിക്കാവുന്നതാണ്. അള്ളാഹു പറയുന്നു, വല്ലദീന വയഖ്ശൗന റബ്ബഹും, റബ്ബിനെ ഭയപ്പെടുന്നവരും, വയഖാഫൂന സൂഅൽ ഹിസാബ്, അള്ളാഹുവിന്റെ മുമ്പിൽ നടക്കുന്ന അപ്രയാസപ്പെട്ട ഹിസാബ്. സൂ എന്നാണ് റബ്ബ് ഉപയോഗിച്ചത്. ഞാൻ ഇതുവരെ പറഞ്ഞ ഹിസാബ് ഉണ്ടല്ലോ, മന്നൂഖിശ ഹുസിബ്, ഒരു പരീക്ഷണം അവിടുന്നല്ല പരിശോധിച്ചിട്ടേ സ്വർഗത്തിൽ പോകാവൂ. അതുകൊണ്ട് നിങ്ങളെ ഞാനൊന്ന് പരിശോധിക്കട്ടെ എന്നുള്ള തീരുമാനിച്ചാൽ നാം പെട്ടു. നമുക്ക് വിജയിക്കാൻ പറ്റൂല. കാരണം നമ്മുടെ തെറ്റുകളാണ് വർധനവ്, നമ്മുടെ കുറ്റങ്ങൾക്കാണ് എണ്ണം കൂടുതൽ, നമ്മുടെ നന്മക്ക് എണ്ണം കുറവാണ്. അതുകൊണ്ട് നാം പെടും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് അള്ളാഹു പറയുന്നത്, വയഖാഫുന, അവർക്ക് ഭയമുണ്ടാകും, സൂ അൽ ഹിസാബ്, ആ വിചാരണ കൊണ്ടുണ്ടാകുന്നതായ പ്രയാസത്തെ അവർക്ക് ഭയമുണ്ടാകും. എവിടുന്ന്? അപ്രകാരം തന്നെ വല്ലദീന, ഒരു വിഭാഗം, സബറു, അവർ ക്ഷമ കൈകൊള്ളുന്നതാണ്, ഇബ്തിഗാ വജ്ഹി റബ്ബിഹിം, അവരുടെ നാഥന്റെ പ്രീതിയെ കാംക്ഷിച്ചുകൊണ്ട്, വഖാമുസ്സലാത്ത, നാഥന്റെ പ്രീതിയെ കാംക്ഷിച്ചുകൊണ്ട്, നരകത്തെ ഭയപ്പെട്ടുകൊണ്ട്, ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുമ്പോൾ 5 വക്ത് നമസ്കാരം കൃത്യമായി അവരെ നമസ്കരിക്കും. വഖാമുസ്സലാത്ത, അവർ നമസ്കാരത്തെ നിലനിർത്തും. പരസ്യമായും രഹസ്യമായും നാം അവർക്ക് നൽകിയ കാശിൽ നിന്നിട്ട് അവർ ചെലവഴിക്കും. ആരുടെ കാശ? അള്ളാഹ് തന്ന കാശ്, നമ്മുടെ കാശല്ല. അള്ളാഹ് തന്ന കാശിൽ നിന്നിട്ട് അവർ അള്ളാഹ് ആവശ്യപ്പെടുന്ന 100ൽ 2.5% മാത്രം നിർബന്ധമായിട്ട് ആവശ്യപ്പെടുന്നുള്ളൂ. അത് അവരെ പരസ്യമായിട്ടും രഹസ്യമായും ചെലവഴിച്ചുകൊണ്ടേയിരിക്കും. പിന്നെയാണ് നമ്മുടെ വിഷയം, വയദ്റഊന ബിൽ ഹസനതി സയ്യിആ, തെറ്റ് വരുമ്പോഴെല്ലാം തെറ്റിനെ നന്മ കൊണ്ട് അതിനെ തകർത്തും തരിപ്പണമാക്കും, തടസ്സമാക്കി മാറ്റും. അപ്പോൾ യദ്റഊന ബിൽ ഹസനത്തി സയ്യിഅ, അതുപോലെ തന്നെ സയ്യിഅത്തായ വീക്ഷണത്തിൽ സമീപനം നടക്കുമ്പോൾ അതിനെ നന്മ കൊണ്ട് എതിർക്കും. ഒരാള്, അത് അള്ളാഹു അതിനെ കുറിച്ച് പറഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹാ ഇല്ലാ ദൂ ഹദ്ദിൻ അലീം. ഈ ശൈലിയിലേക്ക് ഒരാൾക്ക് സ്വഭാവത്തിൽ എത്തണമെങ്കിൽ ആർക്കേ സാധിക്കുകയുള്ളൂ? ക്ഷമ കൈകൊള്ളുന്നവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അള്ളാഹു വളരെ ഉയർന്ന സ്റ്റാൻഡേർഡിലേക്ക്, ഹദ്ദിലേക്ക് എത്തിച്ച വിഭാഗത്തിനെ സാധിക്കുകയുള്ളൂ. എന്ത്? ഒരാൾ പോടവിടെ നമ്മൾ സാരമില്ല, നിങ്ങൾ ഈ പറയുന്നത് കേട്ടാ മതി, ഇത് അനുസരിച്ചാ മതി, ഇതിനെക്കുറിച്ച് ചിന്തിച്ചാ മതി എന്ന് വിനയത്തോടു കൂടി പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടാവുക. യദ്റഊന ബിൽ ഹസനത്തി അസ്സയ്യിഅ, സയ്യിഅത്തിനെ ഹസനത്ത് കൊണ്ട് നേരിടുക. അത് പല വിശാലമായ അർത്ഥമുള്ളതാണ്. അതിൽ നിന്നിട്ട് നമ്മെ ബാധിക്കുന്ന ഭാഗങ്ങൾ മാത്രമാണ് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഉലൈക ലഹും ഉഖ്ബദ്ദാർ, ഇങ്ങനെ ജീവിക്കുന്നവർക്ക് നല്ല അന്ത്യമാണ് അവർക്ക് ലഭിക്കുക, അഥവാ സ്വർഗലോകമാണ് അവർക്ക് ലഭിക്കുക. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും ഒരു കാതും കേട്ടിട്ടില്ലാത്തതും ഒരു മനുഷ്യ ഹൃദയത്തിൽ ഉദിച്ചിട്ടില്ലാത്തതുമായ സ്വർഗലോകത്തിലേക്ക് എത്താൻ അവർക്ക് അതിലൂടെ സാധിക്കുന്നതാണ്. എന്താണത്? റബ്ബ് തന്നെ വിശദീകരിക്കുന്നു. എന്താ ഉഖ്ബദ്ദാർ? എന്താണ് ഉഖ്ബദ്ദാർ? ജന്നാതു അദ്നിൻ, അദ്നി എന്ന സ്വർഗം, ജന്നാതു അദ്നിൻ, അദ്നി എന്ന സ്വർഗം, യദ്ഖുലൂനഹ, അവരതിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. അല്ലാഹു ആയിനത്തിൽ നാം എല്ലാവരെയും പെടുത്തുമാറാകട്ടെ. അല്ലാഹു പറയുന്നു, ജന്നാതു അദ്നിൻ, സ്വർഗലോകത്തിൽ, ഒമൻ സലഹ, അവർ മാത്രമല്ല, ഒമൻ സലഹ മിൻ ആബാഇഹിം, അവരുടെ മാതാപിതാക്കൾ നിന്നിട്ട് നന്നായവരുണ്ടെങ്കിൽ അവരും പ്രവേശിക്കും. കണ്ടില്ലേ?
മാതാപിതാക്കളിൽ നിന്നിട്ട് സാലിഹ്യങ്ങൾ ഉണ്ടെങ്കിൽ അവരും പ്രവേശിക്കും. വഅസ്വാജിഹിം അവരുടെ ഭാര്യമാരിൽ നിന്നിട്ട് നല്ലവരുണ്ടെങ്കിൽ അവരും പ്രവേശിക്കും. വദുർരിയാതിഹിം അവരുടെ സന്തതികളിൽ നിന്നിട്ട് നല്ലവരുണ്ടെങ്കിൽ അവരും പ്രവേശിക്കും. വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ് സ്വർഗ്ഗത്തിന്റെ 8 വാതിലുകളിലൂടെ മാലാക്കന്മാർ ഇങ്ങനെ അവരുടെ ഇടയിൽ കടന്നുകൊണ്ടേയിരിക്കും, നടന്നുകൊണ്ടേയിരിക്കും, സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് അവർക്ക് സന്തോഷവാർത്ത നൽകിക്കൊണ്ടേയിരിക്കും. അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായ തെറ്റ് തീണ്ടാത്തവരായ ആ മഅസൂമീങ്ങളായ മാലാക്കന്മാർ, മലക്കുകൾ, പ്രകാശത്തിൽ സൃഷ്ടിക്കപ്പെട്ടതായ ഉന്നതരായ മലക്കുകൾ അവിടെ സ്വർഗത്തിൽ ഈ രൂപത്തിലേക്ക് എത്താൻ അല്ലാഹ് ഭാഗ്യം നൽകുന്നവരുടെ പരിസരത്തിലേക്ക് കറങ്ങി കറങ്ങി പറയും, സലാമുൻ അലൈക്കും ബിമാ സബർത്തും, നിങ്ങൾക്ക് രക്ഷ, നിങ്ങൾ ക്ഷമിച്ചതിന് പകരം. ഇത് തെറ്റ് ചെയ്യാനും വേണം ക്ഷമ, സൽക്കർമ്മങ്ങൾ ചെയ്യാനും വേണം ക്ഷമ, തെറ്റൊഴിവാക്കാനും വേണം ക്ഷമ, സൽക്കർമ്മങ്ങൾ ചെയ്യാനും വേണം ക്ഷമ. ഒരാൾ തെറ്റൊഴിവാക്കുമ്പോൾ വെറുതെ ഒഴിവാക്കാൻ പറ്റൂല. സുന്ദരിയായ പെണ്ണ് മുമ്പിൽ വിട്ട് കിടക്കുന്നു, ഇബ്ലീസ് നോക്കണമെന്ന് കൽപ്പിക്കുന്നു, അല്ലെങ്കിൽ ഓർഡർ തരുന്നു. അപ്പോൾ ആ സന്ദർഭത്തിൽ നീ ക്ഷമ കൈകൊണ്ടുകൊണ്ട് അള്ളാഹനെ ഭയപ്പെട്ടുകൊണ്ട് അവിടുന്ന് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിന്റെ ശല്യത്തിൽ നിന്നിട്ട് ഞാൻ റബ്ബിനോട് കാവലിനെ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യത്തോടുകൂടി നീ കാവലിനെ ചോദിക്കുന്ന വേളയിൽ നിന്റെ കഴുത്ത് പിടിച്ച് ഒരാൾ തിരിച്ചതുപോലെ നിനക്ക് അനുഭവപ്പെടും, നിനക്ക് ആസ്വാദനം തോന്നും, നിന്റെ ദീർഘശ്വാസമൊക്കെ ഒഴിവാവും, ആ പ്രയാസമൊക്കെ നീങ്ങും. എന്തുകൊണ്ട്? നീ അള്ളാഹിലേക്ക് മടങ്ങിയത് കൊണ്ട്. അപ്പോൾ എന്താണ് അവിടെ പ്രവർത്തിച്ചത്? നിന്റെ ക്ഷമയാണ് പ്രവർത്തിച്ചത്. എന്താണ് അവരോട് പറയപ്പെടുന്നതാണ്? സലാമുൻ അലൈക്കും ബിമാ സബർതും, നിങ്ങൾ ക്ഷമിച്ചതിന് പകരമാണ് നിങ്ങൾ ഈ അനുഭവിക്കുന്നത് എന്ന്. ഫനിഅമ ഉഖ്ബദ്ദാർ, നിങ്ങൾക്ക് അതെ ഫനിഅമ ഉഖ്ബദ്ദാർ, അതെ നല്ല എന്തോ ഒരു നല്ല മടക്കം, എന്തോ ഒരു നല്ല അന്ത്യം, എന്തോ ഒരു നല്ല വീട് പറഞ്ഞറിയിക്കേണ്ടതില്ല. ആ വീട്ടിന്റെ ഉടമകളിൽ നമ്മെ അല്ലാഹു പെടുത്തട്ടെ. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്നു, അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു ആണ് റിപ്പോർട്ടകൻ. ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലാണ്, മർഫൂ ആണ്, റസൂലിനെ തൊട്ടാണ് പറയുന്നു. ഹൽ തദ്റൂന അവ്വൽ മൻ യദ്ഖുലുൽ ജന്ന മിൻ ഖൽഖില്ലാ, റസൂൽ ചോദിക്കുകയാണ്, സൃഷ്ടികളിൽ നിന്നിട്ട് ആദ്യം സ്വർഗത്തിൽ കടക്കുന്നവരെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? ഖാലു, അവർ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, റസൂൽ ജീവിച്ചിരിക്കവേ അവർക്കറിയാത്ത കാര്യമാകുമ്പോൾ അള്ളയും റസൂലും അറിയുമെന്ന് അവർ പറയാറുണ്ടായിരുന്നു. റസൂൽ മരിച്ച ശേഷം അള്ളാഹു അറിയുമെന്ന് അവർ പറയാറുണ്ടായിരുന്നു. ആര്? സഹാബാക്കൾ. അപ്പോൾ റസൂൽ മുമ്പിലുണ്ടാവുമ്പോൾ റസൂലിന് വഹയിലൂടെ വിവരം കിട്ടും. അപ്പോൾ അള്ളാഹും റസൂലും അവിടെ വിവരം അറിയുന്നുണ്ട് എന്ന അർത്ഥത്തിലേക്ക്. അതെ, ആ റസൂലുള്ളാഹി പറഞ്ഞ അവ്വലു മൻ യദ്ഖുലു മിൻ ഖൽഖില്ലാ, അല്ലാഹുവിന്റെ ശക്തികളിൽ ഏറ്റവും ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുന്നവര് നബിമാര് കഴിഞ്ഞാൽ, മറ്റു ഹദീസിന്റെ സഹായത്തോടു കൂടി നബിമാര് കഴിഞ്ഞാൽ അൽ ഫുഖറാഉൽ മുഹാജിറൂൻ, മുഹാജിറുകളായ ഫഖീറന്മാരാണ്. മുഹാജിറുകളായ ഫഖീറന്മാരാണ്, അഥവാ മുഹാജിറുകളിൽ നിന്ന് ഫഖീറന്മാരാണ്. ആ മുഴുപ്പട്ടിണിയിൽ കഴിഞ്ഞുകൂടിയവര്, ആ കല്ല് പള്ളയിൽ വെച്ചിട്ട് പോരാടിയവര്, അതെ, അല്ലദീന തുസദ്ദു ബിഹിമുസ് സുഗൂർ, പോർക്കളത്തിലുള്ളതായ ആ ആവശ്യമുള്ള മേഖലകൾ, ഘട്ടങ്ങൾ, ശത്രുക്കൾ ഇസ്ലാമിനെതിരിൽ പുറപ്പെടുന്ന വേളയിൽ മുന്നിട്ട് നിൽക്കാൻ, മുൻപന്തിയിൽ നിൽക്കാൻ അവരായിരുന്നു. ആര്? ആ മുൻപന്മാരായ മുഹാജിറുകളായിരുന്നു. അതെ, പിന്നെയോ ബിഹിമുൽ മക്കാരി, പ്രയാസങ്ങളെല്ലാം വരുമ്പോൾ അത് നീക്കാൻ, അതിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ അവരായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അതെ, അഹദുഹും, അവരിൽ നിന്നിട്ട് ഒരാൾ മരിക്കുന്ന വേളയിൽ ഈ സൂറ് പറഞ്ഞപ്പോൾ ഓർമ്മയിൽ വന്നു, നിങ്ങൾ മറന്നിട്ടില്ലല്ലോ, പള്ളിക്ക് കാവൽ, മദ്രസക്ക് കാവൽ, മുസ്ലിം പട്ടാളത്തിന് കാവൽ, ഇസ്ലാമിക പ്രവർത്തകന്മാരുടെ സമ്മേളനങ്ങൾ നടക്കുന്ന സമയത്ത് അവിടെയൊക്കെ കാവൽ. ഇങ്ങനെ കാവല് നിൽക്കുന്നവരെല്ലാം സഹറിൽ നിൽക്കുന്നവരായി നമുക്ക് ഗണിക്കുകയും ഈ ഇങ്ങനെയുള്ള പ്രതിഫലത്തിന്റെ ഒരു ഭാഗം അവർക്ക് ലഭിക്കുമെന്ന് സന്തോഷിക്കുകയും ചെയ്യാം. കാരണം ഈ പ്രവർത്തനം, ഈ നാം സംസാരിക്കുന്ന ഈ ചർച്ചകൾ ഒരു വകുപ്പിന് മാത്രം കുത്തകയല്ല, അവർക്ക് മാത്രമുള്ളതല്ല. ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്നവര് മുഹാജിറുകൾ ചെയ്തതുപോലെ, അൻസാറുകൾ ചെയ്തതുപോലെ, സഹാബാക്കൾ
ചെയ്തതുപോലെ താബിഈങ്ങൾ ചെയ്തതുപോലെ ചെയ്യുന്നവരാരുണ്ടോ അവർക്കെല്ലാം വാഗ്ദാനം ചെയ്തതാണ്. അതുകൊണ്ടാണ് അല്ലാഹു ഖുർആനിൽ സ്വർഗം പറഞ്ഞപ്പോൾ സുല്ലത്തും മിനൽ അവലീൻ, മുമ്പന്മാരിൽ നിന്നിട്ട് നല്ലൊരു സമൂഹം, ഖലീലും മിനൽ ആഖിരീൻ, പിൻഗാമികളിൽ നിന്നിട്ട് അല്പ വിഭാഗം മുൻപന്തിയിൽ തന്നെ ഫസ്റ്റിൽ സ്വർഗത്തിൽ പോകുന്നവർ. അതുപോലെ തന്നെ സ്വർഗത്തിൽ മൊത്തത്തിൽ പോകുന്നവരെ കുറിച്ച് സുല്ലത്തും മിനൽ അവലീൻ, മുമ്പന്മാരിൽ നിന്നിട്ടൊരു മഹാസമൂഹം, സുല്ലത്തും മിനൽ ആഖിരീൻ, പിൻഗാമികളിൽ നിന്നിട്ടൊരു മഹാസമൂഹം. നമുക്കും അള്ളാഹു ആ ചാൻസ് നൽകിയിട്ടുണ്ട്. ആ ചാൻസ് നേടുന്നവരിൽ നമ്മെ അള്ളാഹു പെടുത്തട്ടെ, പെടുത്തട്ടെ, പെടുത്തട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, അതുകൊണ്ട് ഈ ഹദീസിന്റെ വിശദീകരണം പറയുമ്പോൾ രണ്ട് കണ്ണിന്റെ ഉടമകളെ തീ തൊടുന്നതല്ല. ഐനുൻ ബകത് മിൻ ഖശിയത്തില്ലാ, അല്ലാഹനെ ഭയപ്പെട്ടുകൊണ്ട് കരയുന്ന കണ്ണിന്റെ ഉടമ, അല്ലാഹനെ ഭയപ്പെട്ടുകൊണ്ട് തനിച്ചിരുന്നു കൊണ്ട് കണ്ണുനീര് ധാരാധാരിയാക്കി ഒലിപ്പിച്ചുകൊണ്ട് കണ്ണുനീര് ധാരധാരയാക്കി ഒലിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനോട് കേണപേക്ഷിച്ച് കരയുന്നതായ കണ്ണിന്റെ ഉടമ ചെയ്യാറുണ്ടോ? എപ്പോഴെങ്കിലും കാട്ടിയിട്ടുണ്ടോ? നാട്ടിൽ നിന്നിട്ട് ആരെങ്കിലും മരിച്ച വാർത്ത വന്നപ്പോൾ കത്ത് വായിച്ച് കരഞ്ഞു കാണും, നിങ്ങളെ കുറിച്ചല്ല. പക്ഷെ അള്ളാഹിനെ പേടിച്ചിട്ട് ഞാൻ ഇന്ന് ഇത്ര കൊല്ലം കഴിച്ചു കൂട്ടിയല്ലോ, നിന്റെ കൽപ്പന പാലിക്കാതെ എന്ന് പറഞ്ഞുകൊണ്ടൊന്ന് പൊട്ടി കരഞ്ഞു നോക്കൂ. അപ്പോഴാണ് ഈ ഈമാൻ ആസ്വദിക്കാൻ സാധിക്കുക. ഐനുൻ ബകത് മിൻ ഖശിയത്തില്ലാ, അല്ലാഹനെ ഭയപ്പെട്ടുകൊണ്ട് കരയുന്നതായ കണ്ണിന്റെ ഉടമ, ആ കണ്ണിന്റെ ഉടമയെ തീ തൊടുകയില്ല എന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പിന്നെയോ വഐനുൻ ബാതത് തഹറുസു ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ വഴിയിൽ കാവൽ നിൽക്കുന്ന ആ കാവൽക്കാരുടെ കണ്ണുകൾ, ആ കണ്ണിന്റെ ഉടമകൾ, അവരെയും തീ തൊടുക തന്നെയില്ല എന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അതെ, തത്തഖിൽ മക്കാരി. പിന്നെയോ അങ്ങനെയുള്ള ആ മുമ്പന്മാരെ കുറിച്ച്, സ്വർഗത്തിൽ ഫസ്റ്റ് ട്രിപ്പ് പോകുന്നവരെ കുറിച്ച് റസൂൽ തുടരുന്നു. അവര് മരിക്കുന്ന വേളയിൽ ഹൃദയത്തിൽ ധാരാളം നേട്ടങ്ങളും തേട്ടങ്ങളും ഉണ്ടായിരിക്കും. അതൊന്നും അവർക്ക് പുലർത്താൻ സാധിച്ചിരിക്കുകയില്ല. വീട് കെട്ടണമെന്ന് തോന്നിയിട്ടുണ്ടാവും, വീട് കെട്ടാൻ അദ്ദേഹം ദഅവത്ത് മേഖലയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് സാധിച്ചു കാണുകയില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിന് മദ്രസ കെട്ടണമെന്നോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ചെയ്യണമെന്നോ പൂതിയുണ്ടാകും. ഭൗതികമായ പല നേട്ടങ്ങൾ നേടണമെന്ന് പൂതിയുണ്ടാകും, കുറെ വിജയം ഉണ്ടാക്കണമെന്ന് പൂതിയുണ്ടാകും. പക്ഷെ അള്ളാന്റെ മതത്തിൽ രംഗത്തിറങ്ങി പ്രവർത്തിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിന് ടൈം കിട്ടിയില്ല. അങ്ങനെ മരിക്കുകയാണ്. നമ്മുടെ നേതാക്കളൊക്കെ അങ്ങനെ മരിച്ചു പോയിട്ടുണ്ട്. ചില ആൾക്കാരും കല്യാണം കഴിക്കാൻ മറന്നുപോയി. നമുക്കൊരു കോലപ്പെടൂല, കാരണം നമ്മുടെ ലീസ്റ്റ് കുറെ ദൂരാണ്, നമ്മുടെ നിഘണ്ടു അതില്ല. പക്ഷെ അവർക്കങ്ങനെ സംഭവിച്ചു. ഇമാം നവവിയെ കുറിച്ച് പറയാറുണ്ട്, അദ്ദേഹം ഒരു പുസ്തകം എഴുതി. ഇനി അപ്പൊ പുസ്തകം എഴുതുമ്പോൾ വേറെ ചിന്തകൾ വരും, പിന്നെ ഒരു പുസ്തകം എഴുതാൻ, അപ്പോൾ വേറെ ചിന്തകൾ വരും, പിന്നെ ഒരു പുസ്തകം എഴുതാൻ. അങ്ങനെ മുസ്ലിം ലോകത്തിന് ഫലപ്പെടുന്നത് എഴുതണമെന്ന നിർബന്ധം പുലർത്തിക്കൊണ്ട് ജീവിച്ച് അവസാനം കല്യാണം കഴിക്കാൻ ടൈം കിട്ടിയില്ല. അയാൾ 45-ാമത്തെ വയസ്സിലോ 44-ലോ മരിച്ചു. അതുപോലെ തന്നെ എത്രയോ നമ്മുടെ ഇമാമുകളുടെ ഹിസ്റ്ററി പരിശോധിച്ചാൽ അവരുടെ ജീവിതത്തിൽ ധാരാളം നേടാൻ സാധിച്ചിരുന്നതിന് നേടാതെ മരിച്ചു കാണാം നാം. എന്താ കാരണം? അവർക്ക് ദീനിന് വേണ്ടിയുള്ളതായ അവര് ചെലവഴിക്കുന്ന ആ ടൈമുകൾ അവര് മറ്റു ടൈമിന് ഉപയോഗിക്കാൻ അത് സഹായകമായില്ല, കിട്ടിയില്ല. അതാണ് റസൂൽ പറയുന്നത്, അവരുടെ ഹൃദയത്തിൽ ധാരാളം ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തിയും കൊണ്ടാണ് മരിക്കുന്നത്. അത് നിറവേറ്റാൻ പറ്റാതെയാണ് മരിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് വേണ്ടത് നിങ്ങൾക്ക് ഇവിടെ നിന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗ്ഗലോകത്തിൽ ലഭിക്കുമെന്ന് പറയാൻ കാരണം. അള്ളാഹു പറയുന്നതാണ് മലക്കുകളോട്, ഉതൂഹും, അവരിലേക്ക് ചെല്ലൂ മലക്കുകളെ, ഹയ്യൂഹും, അവർക്ക് എന്ത് നൽകുക? സ്വീകരണങ്ങൾ നൽകുക, വെൽക്കം എന്നവരോട് പറയുക, അവരെ സ്വീകരിക്കുക, അവർക്ക് അസ്സലാമു അലൈക്കും എന്ന് പറയുക. അപ്പോൾ മലക്കുകൾ പറയും, എന്താണ് ചോദിക്കും പോലെ എതിർ ചോദ്യമല്ല. പിന്നെയോ എത്രയും ഞങ്ങളൊക്കെ ശുദ്ധാത്മാക്കളായ സുജൂദിൽ തന്നെ കഴിഞ്ഞുകൂടുന്ന ഞങ്ങളൊക്കെ പോയിട്ട് ഇവരെ സ്വീകരിക്കാൻ മാത്രം ഇവരെന്ത് കാട്ടി എന്ന് ചോദിക്കുന്നതാണ്. അപ്പോൾ മറുപടി ലഭിക്കും, അവർ ഉറങ്ങാതെ വിശ്രമമില്ലാതെ ആശാന്ത പരിശ്രമം നടത്തി ഒരു തവണ പോലും ശിർക്ക് തീണ്ടാതെ, മുസ്ലിമായ ശേഷം ഇസ്ലാമിൽ പ്രവേശിച്ച ശേഷം ശിർക്ക് തീണ്ടാതെ എന്നെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് എനക്ക് മാത്രം നേർച്ചയാക്കി എനക്ക് മാത്രം ജീവിച്ച് എനക്ക് മാത്രം ഭരിക്കണമെന്ന നിർബന്ധമുണ്ടായിരുന്നു അവർക്ക്. എന്താണ് ശിർക്ക് എന്നത് അവരിൽ തീണ്ടിയിട്ടില്ല. അതുകൊണ്ടാണ് അവർക്ക് പ്രത്യേകത ലഭിക്കാൻ, നിങ്ങളിവരെ മലക്കുകളെ ഇറങ്ങിയിട്ട് അവരെ സ്വീകരിക്കാനുള്ളതായ പ്രത്യേകത അവർക്ക് ലഭിക്കാൻ കാരണമെന്ന് അള്ളാഹു അവരോട് പറയുമെന്ന് നബിയുനാ മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സന്ദർഭത്തിലാണ് ആ മലക്കുകൾ സ്വർഗത്തിലേക്ക് രംഗപ്രവേശനം നടത്തുന്നതും. എന്നിട്ട് സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ,
നിങ്ങൾ ക്ഷമിച്ചതിന് പകരം നിങ്ങൾക്കിതാ സ്വർഗലോകം, നിങ്ങൾക്ക് രക്ഷ, നിങ്ങൾക്ക് നല്ല ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ സ്വീകരിക്കുകയും അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യുമെന്ന് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു സൂറത്തുർ റഅദിലൂടെ സംസാരിച്ച ഭാഗം അവിടെയാണ് സംഭവിക്കുക. അതെ, പിന്നെ നമ്മുടെ ചർച്ച ക്ഷണം വരുന്നോ? നമ്മുടെ ചർച്ച, ഞാൻ ഈ വിഷയം ഇന്ന് സെലക്ട് ചെയ്യാൻ കാരണം ഇമാമ് തുടങ്ങി വെച്ച വിഷയത്തിൽ ഇസ്തിഗ്ഫാറുണ്ട്. ആ ഇസ്തിഗ്ഫാറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബയുടെ വാതിൽ എല്ലാവർക്കും തുറന്നു വെച്ചിട്ടുണ്ട് എന്നതുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത്, നാം തൗബ ചെയ്യുന്നതോടൊപ്പം തൗബ അനിവാര്യമാണ്. നാം ഇവിടെ ദോഷം ചെയ്യുന്നവരുടെ നാട്ടിലാണ് ജീവിക്കുന്നത്, തൗബയില്ലാതെ രക്ഷയില്ല. എങ്കിലും വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് തെറ്റുകൾ നിട്ട് മുക്തരാവാൻ വേണ്ടി. കാരണം അള്ളാന്റെ ശൈലിയുണ്ട്. അം ഹസിബല്ലദീന ഇജ്തറഹു സയ്യിആതി അൻ നജഅലഹും കല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാതി സവാഅം മഹ്യാഹും വമമാതുഹും സാഅ മാ യഹ്കുമൂൻ. തെറ്റ് ചെയ്തു കൂട്ടുന്നവർ ധരിച്ചു പോയിട്ടുണ്ടോ തെറ്റ് ചെയ്യാത്തവരോട് നാം അവരെ തുല്യപ്പെടുത്തുമെന്ന്? അവരുടെ ജീവിതം പോലെ ഇവരുടെ ജീവിതം, അവരുടെ മരണം പോലെ ഇവരുടെ മരണം ഒരിക്കലുമല്ല. തെറ്റ് ചെയ്യാത്തവരുടെ ജീവിത ലോകം, മരണശേഷം അത് ജീവിക്കേണ്ട ലോകം, അത് സ്വർഗലോകമാണ്. തെറ്റ് ചെയ്യുന്നവരുടേത് അത് നരകലോകവുമാണ്. തുല്യതയുള്ള ലോകമല്ലാതെ വ്യത്യസ്ത ലോകമാണ്. അതുകൊണ്ട് നീതിമാനായ റബ്ബുൽ ഇസ്സത്ത് അവന്റെ നീതിയിൽപ്പെട്ടതാണ് അവരെ തുല്യരാക്കുകയില്ല എന്ന ശൈലി ഖുർആനിലുണ്ട്. പാശ്ചാത്തപിച്ചോളീൻ, ഇന്ന് തന്നെ സത്യപ്രം ചെയ്തോളീൻ. വന്ന് ഇന്ന് ഇമാമ പറഞ്ഞതുപോലെ, മദീന ഇമാമ് ഉണർത്തിയതുപോലെ, തെറ്റ് അഥവാ വരുമ്പോൾ തന്നെ എന്ത് ചെയ്യുക? ഉടനെ തന്നെ പശ്ചാത്തപിക്കുക. റസൂൽ പറയുന്നു, ഇന്ന് ഇമാം ഉണർത്തിയ ഹദീസുകളിൽ കേട്ടതല്ലെങ്കിലും ഇവിടെ നാം പറയാറുണ്ട്. റസൂൽ പറയുന്നു, മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഒരാൾ നിന്നിട്ട് അവിചാരിതമായിട്ട്, മനുഷ്യനല്ലേ, വല്ല തെറ്റും വന്നുപോയി. തെറ്റ് വന്നു പോകുമ്പോൾ മോമിനാണെങ്കിൽ എന്തുണ്ടാകും? മോമിനാണെങ്കിൽ, സത്യവിശ്വാസിയാണെങ്കിൽ ഹൃദയത്തിൽ പ്രയാസമുണ്ടാകും. ആ പ്രയാസമുണ്ടാകുമ്പോൾ അവനെ എന്തിലേക്ക് ക്ഷണിക്കണം? തൗബയിലേക്ക്, പശ്ചാത്താപത്തിലേക്ക്. റസൂൽ പറയുന്നു, തൗബയുടെ ശൈലി വുദു പിടിക്കുക, 2 റക്അത്ത് നിസ്കരിക്കുക. ഉടനെ തന്നെ വുദു പിടിക്കുക, 2 റക്അത്ത് നിസ്കരിക്കുക. എന്നിട്ട് ആത്മാർത്ഥമായി ആ നമസ്കാരത്തിൽ റബ്ബിനോട് കീണപേക്ഷിച്ച് പശ്ചാത്തപിക്കുക. നിങ്ങൾക്കറിയാം പശ്ചാത്താപത്തിന്റെ ഷർത്ത് എന്താണ്? ഇനിമേലിൽ ആ തെറ്റുകളിലേക്ക് മടങ്ങുകയില്ല എന്ന് സത്യപ്രതിജ്ഞ ചെയ്യുക, മടങ്ങാതിരിക്കുകയും ചെയ്യുക. മുമ്പ് ചെയ്തു പോയ തെറ്റിൽ ഖേദവും ദുഃഖവും പ്രകടിപ്പിക്കുക. അതാണ് നിബന്ധന. മനസ്സിലായില്ലേ? ഈ പാശ്ചാത്തപിക്കുന്ന തെറ്റ് സാമ്പത്തിക പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട തെറ്റാണെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കുക. പാശ്ചാത്തപിക്കുന്നതിന് മുമ്പായിട്ട് അത് പരിഹരിക്കുക. കടമാണെങ്കിൽ വീടുക, അല്ലെങ്കിൽ അനുവാദം ചോദിക്കുക. എന്നിട്ടാണ് ഈ രൂപത്തിൽ ഒരാൾ 2 റക്അത്ത് നിസ്കരിച്ചാൽ ഇല്ലാ ഗുഫിറ ലഹ്, അല്ലാഹു അവന് പുറത്തു കൊടുക്കാതിരിക്കുകയില്ല എന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതെ, പിന്നെ നമ്മുടെ കൂടെയുള്ള ഭൗതിക നേട്ടങ്ങൾ തന്നെ, നിഅമത്തുകൾ തന്നെ നിലനിൽക്കാൻ അനിവാര്യമാണ്. എന്ത്? നാം അതിനെ പാപങ്ങളിലൂടെ അതിനെ നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഈ പാപങ്ങൾ ചെയ്യുന്നവരിൽ നാം നന്നായിട്ട് സമ്പാദിക്കുന്നൊക്കെ കാണാം. ജീവിതത്തിൽ ബർക്കത്തുണ്ടാവില്ല. ഒന്നൊരിക്കലും ക്യാൻസർ പിടിച്ച് കിടക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പിടിച്ച് കിടക്കുന്നുണ്ടായിരിക്കും. മറ്റോന്റെ സമ്പത്ത് പിടിച്ച് പറിച്ച മനുഷ്യനെ അല്ലാഹു വെറുതെ വിടൂല. അവൻ അക്രമിയാണ്. അക്രമിയുടെ അക്രമത്തിനുള്ള കുറ്റം എത്ര കാലഘട്ടം കഴിഞ്ഞാലും നിനക്ക് വേണ്ടി ഞാൻ പകരം ചോദിക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു ഏറ്റെടുത്തതാണ്. അത് അമുസ്ലിമായിരുന്നാലും ശരി, ഒരു അമുസ്ലിമായ വ്യക്തി ആക്രമിക്കപ്പെട്ടു, അവൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് അവന് മറുപടി കിട്ടാൻ സാധ്യതയുണ്ട് ഭൗതികമായ കാര്യത്തിൽ. എന്തുകൊണ്ട്? അവൻ ആക്രമിക്കപ്പെട്ടതുകൊണ്ട്. അതുകൊണ്ട് ആ അമുസ്ലിമിനെ പോലും നാം ആക്രമിക്കാൻ പാടുള്ളതല്ല. മനസ്സിലായില്ലേ? അപ്പോൾ നാം ഇവിടെ നിന്ന് ചെയ്യുന്നതായ തെറ്റുകളെ കുറിച്ച് നാം ചിന്തിക്കേണ്ടതുണ്ട്. നിഅമത്ത് ഇദാ കുൻത ഫീ നിഅമത്തിൻ ഫർഅഹ ഫഇന്നൽ മആസി തുസീലു നിഅം. ഇദാ കുൻത ഫീ നിഅമത്തിൻ ഫർഅഹ ഫഇന്നൽ മആസി തുസീലു നിഅം. നീ വല്ല അനുഗ്രഹത്തിലാണെങ്കിൽ ആ അനുഗ്രഹത്തിനെ നീ സംരക്ഷിക്കേണ്ടത് തെറ്റുകൾ നിട്ട് മുക്തനായും കൊണ്ടാണ്. തെറ്റുകൾ നിട്ട് മുക്തനാകുമ്പോൾ നിനക്ക് കിട്ടിയ അനുഗ്രഹത്തിൽ ബർക്കത്തുണ്ടാവും, വിസയിൽ ബർക്കത്തുണ്ടാവും. 1000 റിയാലാണ് നീ ശമ്പളം പറ്റുന്നതെങ്കിൽ അതിൽ ബർക്കത്തുണ്ടാകും. അതുപോലെ ജീവിതത്തിൽ ആ സകലം അനുഗ്രഹവും ബർക്കത്തും ഉണ്ടാകും. കാരണം ഹലാലായ സമ്പത്താണ്, ഹറാമല്ല. അള്ളാഹ് ഉദ്ദേശിച്ച ഇഷ്ടപ്പെട്ട രീതിയാണ് അവന്റെ ശൈലി, ജീവിത രീതിയിൽ. അതുകൊണ്ട് തന്നെ അവൻ അള്ളാഹു അനുഗ്രഹിക്കും. അതുകൊണ്ട് സംരക്ഷിക്കേണ്ടത് തെറ്റുകൾ നിട്ട് മുക്തനായ ആ വലിലൂടെയാണ്. എന്തുകൊണ്ട്? ഫഇന്നൽ മആസി
തുസീലുൻ നിഅം, തെറ്റുകൾ നമുക്ക് അല്ലാഹ് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകാൻ അതിലൂടെ സാധ്യതയുണ്ട് എന്ന് പണ്ഡിതന്മാര് ഹദീസിന്റെ വെളിച്ചത്തിൽ പറഞ്ഞതാണ്. നമ്മുടെ ടൈം അതിക്രമിക്കുന്നതിന് മുമ്പ് ഒരു ഹദീസ് റസൂലുള്ളാഹി പറയുന്നു. ഇബ്നു ഉമറാണ് റിപ്പോർട്ടകൻ. യാ മഅശറൽ മുഹാജിരീൻ, സഹാബാക്കളെ വിളിച്ചുകൊണ്ട് പറയാണ്, ഖംസുൻ, 5 കാര്യം, ഇദ തുലീതും ബിഹിന്ന, നിങ്ങൾ ആ 5 കാര്യത്തിലൂടെ പരീക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ, റസൂല് മുഅത്തറിളായ ജുംല ഉപയോഗിക്കുന്നു. അതിന്റെ ഇടയിൽ നമ്മൾ ലൈനിട്ട് പറയാറുണ്ടല്ലോ, വഅഊദു ബില്ലാഹി, ഞാൻ അള്ളാഹിനോട് കാവലിനെ ചോദിക്കുന്നു, അൻ തുദ്രിക്കുഹുന്ന, നിങ്ങൾ ആ അപകടത്തിൽ പെടാതിരിക്കാൻ, ഞാൻ അള്ളാഹിനോട് കാവലിനെ ചോദിക്കുന്നു. അഥവാ നിങ്ങൾക്ക് അങ്ങനെയുള്ള പരീക്ഷണം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഏതൊക്കെയാണത്? ലം തൽഹറിൽ ഫാഹിശതു ഫീ ഖൗമിൻ ഖത്തു ഹത്താ യുഅ്ലിനു ബിഹാ ഇല്ലാ ഫശാ ഫീഹിമുത് ത്വാഊൻ. ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ വ്യഭിചാരം, അനാചാരം അത് ചെയ്ത് അത് പരസ്യമായി മാറിയാൽ, നോക്കൂ, അതാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞത്. ഇന്നത്തെ വിഷയം വളരെ ഷോർട്ടായിട്ടാണെങ്കിലും വെറും തെറ്റായ ഭാഗങ്ങൾ എന്നതല്ല, പിന്നെയോ തെറ്റായ കാര്യങ്ങൾ പരസ്യമായി ചെയ്യുക എന്നതാണ്. അതിന് അറബി ഭാഷയിൽ മുജാഹറ എന്ന് പറയുക. അൽ മുജാഹറത്തു ബിൽ മാസിയ. ഒരുത്തന്റെ കാറ്, മൂപ്പര് കാറിന്ന് ഇറങ്ങി പോകണമല്ലോ. ആരാണ്? ആചാരാണ്. എവിടുക്ക? വ്യഭിചാരിണിയുടെ വീട്ടിലേക്കാണ്. പരസ്യമായിട്ട് മൂപ്പര് പോക്ക്. ആചാരാണ്. എല്ലാവർക്കും അറിയാം, നാട്ടുകാർക്കൊക്കെ അറിയാം മൂപ്പര് വ്യഭിചാരത്തിലേക്കാ പോകുന്നത്. മൂപ്പർക്ക് കെട്ടിയ പെണ്ണല്ലാതെ വേറെ കുറെ കെട്ടാത്ത പെണ്ണുങ്ങൾ ഉണ്ടെന്നും എല്ലാവർക്കും അറിയാം. അതാണ് പരസ്യമായിട്ടുള്ളതായ ഒരു വ്യക്തിയെക്കുറിച്ച് മാത്രമല്ല, ഇന്ന് സംഭവിക്കുന്ന സംഭവ വികാസങ്ങളെ കുറിച്ചാണ്. ഹജ്ജും ചെയ്യും, ഉംറയും ചെയ്യും, ഇങ്ങനെയുള്ള തോന്നിവാസങ്ങളും ചെയ്യും. സുബ്ഹാനല്ലാഹ്, ശരിയാവൂല. വെളുപ്പ് കറുപ്പ്, രാത്രി പകൽ, ഇതൊന്നും യോജിക്കൂല. അത് വെവ്വേറെയാണ്. അതുകൊണ്ട് ഒരാള് പുണ്യഭൂമിയിലേക്ക് വരാനുള്ള എന്റെ ശബ്ദം നേരിട്ട് കേൾക്കുന്ന എന്റെ മുമ്പിലിരിക്കുന്നവരോട് പ്രത്യേകിച്ച് പുണ്യഭൂമിയിലേക്ക് വരാനും ഉംറ ചെയ്യാനും ഹജ്ജ് ചെയ്യാനുള്ള ചാൻസ് കിട്ടിയിട്ട് പിന്നെ വാല് വലിക്കുമ്പോൾ കോല് വളയുന്ന രൂപത്തിൽ, വാല് വലിക്കുമ്പോൾ കുഴല് വളയരുത്, ആ കുഴല് വളയുന്ന രൂപത്തിലായി പോകരുത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതെ, അപ്പോൾ പരസ്യമാക്കും. അതുകൊണ്ട് അല്ലാഹു പറയുന്നു, ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂഇ മിനൽ ഖൗലി ഇല്ലാ മൻ ളുലിം. പരസ്യമായി തെറ്റ് പറയൽ തന്നെ അള്ളാഹ്ക്ക് ഇഷ്ടമില്ല എന്നാണ്. പരസ്യമായിട്ട് തെറ്റുകൾ പറയൽ, പ്രചരിപ്പിക്കൽ അള്ളാഹ്ക്ക് വെറുപ്പുള്ള കാര്യമാണ്. ഇല്ലാ മൻ ളുലിം, ആക്രമിക്കപ്പെട്ടാൽ ഒഴിച്ച്. ഒരാൾ ആക്രമിക്കപ്പെട്ടാൽ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹമുള്ള കാര്യങ്ങൾ അത് പരസ്യമായി ഞങ്ങളോട് പറയാം. ഇന്നാളെ എന്നെ കട്ടു, ഇന്നാളെ എന്നെ വഞ്ചിച്ചു, ഇന്നാളെ എന്നെ കാട്ടി, അതിലിട്ട് എന്നെ മോചിപ്പിക്കണം എന്ന് പറയാം ആക്രമിക്കപ്പെട്ട വ്യക്തി. എന്നല്ലാതെ ഒരാള് തെറ്റ് ചെയ്താലും അയാളെ കുറിച്ച് നാം പരസ്യമായി പറഞ്ഞു നടക്കാൻ പാടുള്ളതല്ല. തെറ്റായ എന്ത് കാര്യങ്ങളും നാം പരസ്യമാക്കാൻ പാടുള്ളതല്ല. തെറ്റായ കാര്യങ്ങൾ വെടക്കായ കാര്യങ്ങൾ. ഇവിടെ ചില ആൾക്കാരൊക്കെ പറയാറുണ്ട്, എന്ത് നാട്ടിലൊക്കെ പോയിട്ട് പറയും, മൂപ്പര് ഡിഷ് വെച്ചാണ് മീതെ. ഇവിടെ മൂപ്പരുടെ വീട്ടിന്റെ മീതെ ഡിഷ്. സൗദി അറേബ്യയിലൊക്കെ ആവുമ്പോൾ, അറബ് രാഷ്ട്രത്തിലൊക്കെ ആവുമ്പോൾ 40, 50, 100 കണക്കിൽ ചാനലുകൾ, ഇസ്ലാമിക് ചാനലുകൾ ഉണ്ട് ഇവിടെ അറബ് രാഷ്ട്രത്തിൽ. അത് നമ്മുടെ നാട്ടിൽ കുറവാണെന്നാണ് എന്റെ അറിവ്. അങ്ങനെ മൂപ്പര് നമ്മുടെ നാട്ടിലാണ് കയറ്റുന്നത്. ചോദിക്കപ്പെട്ടപ്പോൾ മറുപടി കിട്ടുന്നത് എന്താണ്? മക്കയിലില്ലേ, മദീനയിലില്ലേ എന്ന്. അതാണ് ഏറ്റവും വലിയ പാടില്ലാത്ത മുജാഹറത്ത്. എടോ, നിന്റെ നാടാണ് മക്ക, നിന്റെ നാടാണ് മദീന. അവിടെ തെറ്റുകൾ ഉണ്ടെങ്കിലും അത് അമുസ്ലിങ്ങളുടെ നാട്ടിൽ പച്ചയിൽ പറഞ്ഞ് പരസ്യപ്പെടുത്തേണ്ടതല്ല. അള്ളാഹ് ഇഷ്ടപ്പെടാത്ത ഭാഗമാണത്. ഏത് മുസ്ലിമിനെ സംബന്ധിച്ച് ഒരു മുസ്ലിം സുഹൃത്ത് പരസ്യമാക്കാൻ പാടില്ല തെറ്റുകളെന്ന് പറയുമ്പോൾ പിന്നെ മക്കയെക്കുറിച്ച് മദീനയെക്കുറിച്ച് പറഞ്ഞു നടക്കാനോ? ജനങ്ങൾ അത് പാടിപ്പറഞ്ഞ് അത് ശരിയാണെന്ന് മനസ്സിലാക്കൂലേ? അറബികൾ തെറ്റ് ചെയ്താലും അനറബികൾ തെറ്റ് ചെയ്താലും തെറ്റ് തന്നെയാണ്. തെറ്റല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ നാം അത് ചെയ്യരുത്, പറഞ്ഞ് പ്രചരിപ്പിച്ച് നടക്കരുത്. നമ്മുടേതാണ് മക്ക, നമ്മുടേതാണ് മദീന. അതിന്റെ ഭദ്രത നമ്മുടെ കയ്യിലാണ് നാം അള്ളാഹ് തന്നിട്ടുള്ളത്. അത് നാം സംരക്ഷിക്കാൻ വേണ്ടി അത് നമ്മുടെ തലപ്പത്ത് ബാധ്യതയുണ്ട് എന്നത് ഓർക്കണം. അപ്പോൾ ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂഇ മിനൽ ഖൗലി ഇല്ലാ മൻ ളുലിം. വാക്കുകൊണ്ട് വരേക്കും വെടക്കായ ഭാഗം പരസ്യമായി പറയുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ല. പിന്നല്ലേ തെറ്റായ കാര്യം പരസ്യമായി ചെയ്യുക. റസൂൽ പറയുന്നു, പരസ്യമായി ചെയ്യുന്ന ഭാഗങ്ങളിൽ പെട്ടതാണ് ഒരാൾ അദ്ദേഹം രാത്രിയിൽ തെറ്റുകൾ ചെയ്യുന്നു. അള്ളാഹു ഒരു പക്ഷേ അദ്ദേഹം മറച്ച് ചെയ്തതുകൊണ്ട് പുറത്തു കൊടുത്തിരിക്കാം, അല്ലെങ്കിൽ അള്ളാഹ് മറച്ചിരിക്കാം. പരലോകത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ ചില ആൾക്കാരുടെ ലിസ്റ്റിൽ, അത് എല്ലാവരെ കുറിച്ചല്ല, ചില ആൾക്കാരുടെ ലിസ്റ്റിൽ അതില്ല എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ അവൻ അത്ഭുതപ്പെട്ട് ചോദിക്കും,
സൽക്കർമ്മങ്ങൾ മാത്രമാണല്ലോ കാണുന്നത്, തെറ്റായ ഭാഗങ്ങൾ ഞാൻ ചെയ്തത് കാണുന്നില്ലല്ലോ. അള്ളാഹുന്റെ മറുപടി, നീ ദുനിയാവിൽ അത് ചെയ്തപ്പോൾ നീ അത് മറച്ചു ചെയ്തു, അത് പരസ്യമാക്കാതെ ചെയ്തു എന്ന് മാത്രമല്ല, നീ പാശ്ചാത്തപിച്ചു, ഞാനത് പുറത്തു തരാൻ തീരുമാനിച്ചു, അതുകൊണ്ടാണ് നിന്റെ ലിസ്റ്റിൽ അതില്ലാത്തതെന്ന് അള്ളാഹു മറുപടി പറയുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പരസ്യമാക്കുക എന്നത് മഹാ അപകടമാണ്. നാം തെറ്റ് ചെയ്യുക എന്നത് എല്ലാവരും നിന്നിട്ട് സംഭവിച്ചേക്കാം. പക്ഷേ അത് മറച്ചു വെച്ചുകൊണ്ട് റബ്ബിനോട് മാത്രം കേടപഴിക്കുക, റബ്ബിനോട് കണ്ണുനീര് ധാരയാക്കി ഒലിപ്പിച്ചിട്ട് അള്ളാഹുവിനോട് മാഫിന് ചോദിക്കുക. അള്ളാഹ് പുറത്തു തരിക തന്നെ ചെയ്യും. പുറത്തു തരട്ടെ 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 എന്ന് നമുക്ക് ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കാം. സഹോദരന്മാരെ, സഹോദരികളെ, റസൂൽ പറയുന്നു, ഇല്ലാ ഫശാ ഫീഹിമുത് താഊൻ, പകർച്ചവ്യാധി രോഗങ്ങൾ, പ്ലേഗ് രോഗങ്ങൾ. എത്രത്തോളം റസൂൽ പറയുന്നു, അവർക്ക് മുമ്പുള്ള ആരിലുമില്ലാത്തതായ രോഗങ്ങൾ. എയ്ഡ്സ് പണ്ടുണ്ടോ? ഇല്ല. എത്ര പുതിയ രോഗങ്ങൾ ഇപ്പോൾ നാം കാണുന്നത് ഒരു 100 കൊല്ലം മുമ്പില്ല, 50 കൊല്ലം മുമ്പില്ല. റസൂല് പറയുന്നു, അങ്ങനെ നിങ്ങളുടെ വാപ്പാപ്പമാരുടെ കാലഘട്ടത്തിലൊന്നും ഇല്ലാത്തതായ രോഗങ്ങൾ, വ്യഭിചാരം, കള്ളുകുടി പോലത്തതായ തെറ്റുകൾ പരസ്യമായി നടക്കാൻ ആരംഭിച്ചാൽ അത് ഉമ്മകളുടെ ഇടയിൽ വ്യാപകമാകുമെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അതുപോലെ തന്നെ തൂക്കത്തിലും അളക്കത്തിലും കുറക്കുക, വഞ്ചിക്കുക, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് റസൂൽ പറയുന്നു, ഇല്ലാ ഉഖിദൂ ബിസ്സിനീന ഉശിദ്ദത്തിൽ മഊന. തൂക്കത്തിലും അളക്കത്തിലും കുറക്കുമ്പോൾ, വഞ്ചന ചെയ്യുമ്പോൾ റിഷ്, നമ്മിൽ വഞ്ചന ചെയ്യുന്നവർ നമ്മിൽപ്പെട്ട ആളല്ല എന്ന് റസൂൽ പറഞ്ഞ ആ വഞ്ചന ചെയ്യുമ്പോൾ അവരുടെ ഇടയിൽ നാം എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവരുടെ ഇടയിൽ സിനീൻ. പണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കാലത്തിൽ 7 കൊല്ലം ഭക്ഷണക്ഷാമം ഉണ്ടായി, വെള്ളക്ഷാമമുണ്ടായി, വരൾച്ചയുണ്ടായി. അതാണ് സിനീൻ. വരൾച്ച പോലത്തതായ ശിക്ഷകൾ കൊണ്ട്, താൽക്കാലികമായ പരീക്ഷണങ്ങളെ കൊണ്ട് നാം അവരെ പരീക്ഷിക്കുക തന്നെ ചെയ്യും, റസൂലുള്ളാഹി പറയുന്നു. അതുപോലെ തന്നെ സുൽത്താൻ അലൈഹിം, അവർ ജീവിക്കുന്ന നാടുകളിലുള്ള ഭരണകർത്താക്കൾ അവരെ ആക്രമിച്ച് ഭരിക്കുന്നവരായി മാറും. വഞ്ചന ചെയ്യുമ്പോൾ മുസ്ലിങ്ങൾ പരസ്പരം. വലം യംനഉ സകാത അംവാലിഹിം, കൊടുക്കേണ്ട സമ്പത്തിൽ സകാത്ത് കൊടുക്കുന്നത് ജനങ്ങൾ തടയാൻ ആരംഭിച്ചാൽ, ഇല്ലാ മുനിഉ മിനൽ ഖത്റ മുനിഉൽ ഖത്റ മിനസ് സമാ, ആകാശത്തിൽ നിന്നിട്ട് വെള്ളം ഇറങ്ങുന്നത് വേണ്ടാന്ന് വെക്കും. അല്ലാഹ് വെള്ളം ഇറക്കുന്നത് വേണ്ടാന്ന് വെക്കും. പണ്ട് നൂഹ് നബി അലൈഹി സ്വലാമിനോട് എന്താ പറഞ്ഞത്? അടുത്ത ക്ലാസ്സിൽ പറഞ്ഞില്ലേ അല്ലേ? ഫഖുൽതുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. ഞാൻ അവരോട് പറഞ്ഞു, നൂഹ് നബിന്റെ സമൂഹത്തോട് 950 കൊല്ലം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ മൂപ്പര്. എന്ത് പറഞ്ഞു? ഇന്നഹു, നിങ്ങൾ അള്ളാഹിനോട് പൊറുക്കലിനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുക, മാഫ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇന്നഹു കാന ഗഫാറ, അവൻ അങ്ങേയറ്റം പൊറുക്കുന്ന ആളാണ്. അള്ളാഹിന്റെ സിഫത്തിൽപ്പെട്ടതാണ് ഗഫാറി എന്നത്, ഗഫൂറി എന്നത്. അതെ, ഇന്നഹു കാന ഗഫാറ എന്ന് മാത്രമല്ല, യുർസിലുസ് സമാഅ അലൈക്കും മിദ്റാറ, ആ വാനലോകത്തിൽ നിന്നിട്ട് അവൻ നിങ്ങൾക്ക് വേണ്ടി ആവശ്യമുള്ള അനുഗ്രഹീത വെള്ളമിറക്കും. യുർസിലുസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ, നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പത്തിൽ അല്ലാഹു അനുഗ്രഹിക്കും. യുംദിദുക്കും ബിഅംവാലിൻ വബനീന, നിങ്ങൾക്ക് സന്താനങ്ങൾ നൽകും. അപ്പോൾ സന്താനങ്ങൾ കിട്ടാൻ, സമ്പത്തുകൾ വികസിക്കാൻ, അപ്രകാരം മഴ ഇറങ്ങാൻ അനിവാര്യമാണ്. എന്ത്? തെറ്റുകളിൽ നിന്നിട്ട് മുക്തരാവുക, പാശ്ചാത്താപം ചെയ്തുകൊണ്ടേയിരിക്കുക. വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ, നിങ്ങൾക്കിവിടെ നദികളും, നിങ്ങൾക്കിവിടെ പുഴകളും, നിങ്ങൾക്കിവിടെ അരുവികളും എല്ലാം ഉണ്ടാക്കി തന്നുകൊണ്ടേയിരിക്കുമെന്ന് നൂഹ് നബി പണ്ട് പറഞ്ഞ കഥ ഖുർആൻ പറയുന്നു. വിശുദ്ധ ഫുർഖാൻ അലീമിൽ പറയുന്നു. നിങ്ങൾ ഹദീസ് കേൾക്കുന്നതിന് മുമ്പ് പഠിക്കേണ്ട ഭാഗമാണ് ഖുർആൻ അല്ലാഹു പറയുന്നതായ ശൈലി. അതിന്റെ വിശദീകരണം എന്ന് നമുക്ക് മനസ്സിലാക്കാം. റസൂലുള്ളാഹി പറയുന്നതായ ഭാഗങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് 5 മിനിറ്റേ ഉള്ളൂ, 10 മിനിറ്റ് ഉണ്ട്. ലൗലാ ശുയൂഖുൻ ലിൽഇലാഹി റുക്ഉ വസിബിയത്തും മിനൽ യതാമാ റുദ്ദഉ വമുഹ്മലാത്തും ഫിൽ ഫലാത്തി റുത്ഉ സുബ്ബ അലൈക്കുമുൽ അദാബുൽ ഔജഉ. ലൗലാ ശുയൂഖുൻ ലിൽഇലാഹി റുക്ഉ, ഇവിടെ റുക്ഉ സുജൂദ് ഒക്കെ ചെയ്യുന്നതായ കളവന്മാരില്ലെങ്കിൽ,
ലൗലാ ശുയൂഖുൻ ലിൽ ഇലാഹി റുക്കഉ വസ്ബിയത്തും മിനൽ യതാമാ റുല്ലഉ. അനാഥ കുട്ടികൾ, കരഞ്ഞുകൊണ്ടിരിക്കുന്ന മുലകുടിക്കുന്ന അനാഥ കുട്ടികൾ ഇവിടെ ഇല്ലെങ്കിൽ, മരുഭൂമികൾ മേഞ്ഞു കിടക്കുന്നതായ ആടുകൾ പശുക്കൾ ഇല്ലെങ്കിൽ, നിങ്ങൾ ഇവിടെ ചെയ്തു കൂട്ടുന്ന പരാക്രമത്തിന് പകരം നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ കഠിനകഠോരമായ ശിക്ഷ ഇറങ്ങിയിരുന്നേനെ എന്ന് നേതാക്കൾ ചൊല്ലിയിരുന്നു. അത് ഈ ഹദീസിന്റെ വെളിച്ചത്തിലാണ് അങ്ങനെയുള്ളവർ ചെല്ലുന്നത്. എന്ത് ശിക്ഷകൾ ഇവിടെ ഇറങ്ങാതിരിക്കുന്നത് എന്റെയും നിന്റെയും കഴിവ് കൽപ്പ് കൊണ്ടല്ല, ഞാനും നീയും അതിനർഹപ്പെട്ട ആളല്ല ഇറങ്ങാതിരിക്കുന്നത്. അഥവാ ഇറങ്ങാത്ത നാടുകളിൽ ഇറങ്ങാതിരിക്കുന്നത് എന്ത് കാരണത്താലാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെയുള്ളതായ കളവന്മാരെയും അനാഥ കുട്ടികളെയും നാൽക്കാലി മൃഗങ്ങളെയും അനുഗ്രഹിച്ചുകൊണ്ടാണ്. അതെ, വലം യൻഖുദൂ അഹദല്ലാഹി വഅഹദ റസൂലിഹി. റസൂൽ പറയുന്നു, ലൗലൽ ബഹായിമു ലം യുംതറൂ. ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഭാഗം പറഞ്ഞത്. ഈ ഭാഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രവചനത്തിൽ നിന്നിട്ട് പഠിച്ചതാണ് നമ്മുടെ പണ്ഡിതന്മാർ. ലൗലൽ ബഹായിം, നാൽക്കാലികൾ ഇവിടെ ജീവിച്ചിരിപ്പില്ലെങ്കിൽ ലം യുംതറൂ, അവർക്ക് മഴ ഇറങ്ങുകയില്ലായിരുന്നേനെ എന്നത്. സുബ്ഹാനല്ലാഹ്. ലൗ യുആഖിദുല്ലാഹു അൻ-നാസ ബിളുൽമിഹിം അല്ലേ മാ തറക അലാ ളഹരിഹാ മിൻ ദാബ്ബ വലാകിൻ യുഅഖിറുഹും ഇലാ അജലിൻ മുസമ്മാ. ജനങ്ങൾ കാട്ടിക്കൂട്ടുന്ന പരാക്രമത്തിന് പകരം ഇവിടെ ജനങ്ങളെ അല്ലാഹ് ശിക്ഷിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ജന്തു ഉണ്ടാവുകയില്ല. പക്ഷേ അല്ലാഹ് നിർണയിച്ച ടൈമിലേക്ക് നീട്ടിവെക്കുകയാണ് ചെയ്യുന്നത് ശിക്ഷയെ എന്നല്ലാതെ നാം ചെയ്യുന്ന തെറ്റുകളിൽ റബ്ബ് പ്രീതി അടഞ്ഞതുകൊണ്ട് അവർ കാട്ടുപോലെ കാട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മഴ ഇറക്കുന്നതല്ല, നമ്മെ വെറുതെ വിടുന്നതുമല്ല. ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ ദൂതരുടെയും ഉടമ്പടി പാലിക്കാതെ അള്ളാഹിനോട് നാം ചെയ്ത ഉടമ്പടി, അള്ളാഹിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ, അള്ളാഹിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ, അള്ളാഹ്ക്ക് മാത്രമേ അറക്കുകയുള്ളൂ, അള്ളാഹ്ക്ക് മാത്രമേ നേർച്ചാക്കുകയുള്ളൂ, അള്ളാഹിനെ മാത്രമേ ഹൃദയത്തിന്റെ അകത്തിൽ നിന്നിട്ട് ഭയപ്പെടുകയുള്ളൂ, സ്നേഹിക്കുകയുള്ളൂ, അള്ളാഹിലേക്ക് മാത്രമേ പ്രശ്നപരിഹാരത്തിന് വേണ്ടി കൈപ്പൊക്കുകയുള്ളൂ, അള്ളാഹിലേക്ക് മാത്രമേ പ്രശ്നങ്ങൾ ബരമേൽപ്പിക്കുകയുള്ളൂ, തവക്കുലാക്കുകയുള്ളൂ, അള്ളാഹ്ക്ക് മാത്രമേ ഞാൻ ജീവിക്കുകയുള്ളൂ, അള്ളാഹ്ക്ക് മാത്രമേ ഞാൻ മരിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള തത്വമാണ് കൂട്ടരേ എന്ത് തൗഹീദിന്റെ ഭാഗം, ഇസ്ലാമിന്റെ ഇബാദത്തിന്റെ മജ്ജ. അപ്രകാരം തന്നെ നാം ചെയ്യുന്നതായ പ്രാർത്ഥനയുടെ ഹൃദയഭാഗം, ആ ഹൃദയഭാഗത്തിൽ ഉടമ്പടിയാണ് അത് റബ്ബിനോട് ചെയ്തത്. അതിൽ ലംഘനം നിങ്ങളിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ, ആ ലംഘനം ഉണ്ടാവുകയാണെങ്കിൽ ഇല്ലാ സുല്ലിത അലൈഹിം അദുവ്വൻ മിൻ ഗൈരിഹിം, നിങ്ങളല്ലാത്തവരിൽ നിന്നിട്ട് നിങ്ങളിലേക്ക് നാം ശത്രുക്കളെ അയച്ചു തരും. അവര് നിങ്ങളെ പിന്നെ സുപ്രയിലുള്ള ഭക്ഷണത്തെ എങ്ങനെയാണ് ആ ഭക്ഷണത്തിന്റെ മുമ്പിലുള്ളവർ തിന്നുന്നത് അതുപോലെ നമ്മെക്കൊണ്ട് പന്താടും. കണ്ടില്ലേ ഇപ്പോൾ, കാണുന്നില്ലേ ഇപ്പോൾ നമ്മെക്കൊണ്ട് ശത്രുക്കൾ എന്ത് കാട്ടുന്നു? ശത്രുക്കളെ അല്ല പറയേണ്ടത് അമ്മയാണ്. അത് എവിടെയാണെങ്കിലും മുസ്ലിം ഒരു ശരീരം പോലെയാണ്. അത് അവർ കാട്ടിയത് കൊണ്ട് അവരെ ശിക്ഷിച്ചു, ഫലസ്തീനികൾ കാട്ടിയത് കൊണ്ട് അവരെ ശിക്ഷിച്ചു എന്നൊന്നും പറഞ്ഞ് മലസ്ഥാനില്ല. എല്ലാവരും ഒരു ശരീരം പോലെയാണ്. എല്ലാവരും ഏകോദര സഹോദരന്മാരായി അങ്ങും ഇങ്ങും സഹായിച്ച് സഹകരിച്ച് ഓരോരുത്തർക്കും കഴിയുന്ന രൂപത്തിൽ അങ്ങും ഇങ്ങും സഹകരിച്ച് പ്രവർത്തിച്ച് ജീവിക്കേണ്ടവരാണ് നാം. അപ്പോൾ റബ്ബിനോട് നാം ചെയ്തതായ ഉടമ്പടി പാലിക്കാത്തവരാണ് ഇന്ന് ജീവിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷം. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്ക് രാഷ്ട്രമില്ല, മുസ്ലിങ്ങളുണ്ട്. ബഹുഭൂരിപക്ഷം എന്താ സംഭവിക്കുന്നത്? എല്ലാവരും ഇങ്ങനെ ഓഹരി വെച്ച് കൊണ്ടുപോവുകയാണ്, എല്ലാവരും ഇവർ അപഹരിച്ചു കൊണ്ടുപോവുകയാണ്, എല്ലാവരും അതിൽ കൈകടത്തുകയാണ്. എന്തുകൊണ്ട്? നിങ്ങളല്ലാത്തവരായ ശത്രുക്കൾ. നിങ്ങൾ നോക്കൂ അല്ലാഹു റസൂലിന്റെ ശൈലി, നിങ്ങളിൽ നിന്നുള്ള ശത്രുക്കൾ എന്നല്ല, നിങ്ങളല്ലാത്തവരിൽ നിന്നുള്ള ശത്രുക്കൾ നിങ്ങളിലേക്ക് അഴിച്ചുവിടും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇപ്പോൾ സംഭവിക്കുന്നത് നാം റസൂൽ പറഞ്ഞത് ഇങ്ങനെ കാണുമ്പോലെ സത്യമല്ലാതെ റസൂൽ പറയൂല, സത്യമല്ലാതെ റസൂൽ പറഞ്ഞിട്ടില്ല. ജീവിതത്തിൽ കളവ് പറയാത്ത ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെ, അതുപോലെ തന്നെ ഇല്ലാ സുല്ലിത അലൈഹിം അദുവ്വൻ മിൻ ഗൈരിഹിം, അവരിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരല്ലാത്ത ശത്രുക്കളെ അയച്ചുവിടും എന്ന് മാത്രമല്ല, മാലം തഹക്കും وما لم تحكم أئمتهم بكتاب الله
100% മുസ്ലിങ്ങൾ താമസിക്കുന്ന നാടായിട്ട് പോലും അവരുടെ ഇടയിൽ അല്ലാഹ് ഇറക്കിയ ഖുർആനിനെയും സുന്നത്തിനെയും അവരുടെ നാട്ടിലും അവരുടെ ഭരണകൂടത്തിലും അവരുടെ ജീവിതത്തിലും പകർത്താത്ത കാലത്തോളം അവർക്ക് എന്ത് സംഭവിക്കും? അങ്ങനെയാണ് ജീവിക്കുന്നതെങ്കിൽ അള്ളാഹു പറയും, റസൂൽ പറയുന്നു, അവരുടെ ഇടയിലാക്കി മാറ്റും. അവരുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാകും, അവരുടെ ഇടയിൽ പാർട്ടികളായി മാറും, അവർക്ക് പരസ്പരം കാണാൻ പറ്റാത്ത രൂപമായി മാറും. ഉദാഹരണത്തിന് ഫലസ്തീൻ തന്നെ എത്ര പാർട്ടിയാ? മുസ്ലിങ്ങൾ തന്നെ പരസ്പരം യുദ്ധം ചെയ്യുക, പിന്നെ എങ്ങനെയാണ് അവർ പിന്നെ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുക? ഒരു ഉദാഹരണം അല്ലേ അങ്ങനെ സംഭവിക്കുന്നത്. അതുപോലെ നാം എവിടെ പരിശോധിച്ചാൽ മുസ്ലിങ്ങൾ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഒറിജിനൽ ശത്രുക്കളോട് എന്നാണ് പിന്നെ നമ്മൾ പോരാടുക? അവർക്ക് എപ്പോഴാണ് നാം ഖുർആനെ പരിചയപ്പെടുത്തി കൊടുക്കുക, സുന്നത്തിനെ പരിചയപ്പെടുത്തി കൊടുക്കുക, ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുക? നമുക്ക് ടൈമില്ല. നാം തന്നെ പരസ്പരം എന്താ പ്രശ്നം? ഈ പറഞ്ഞ രൂപത്തിൽ അള്ളാഹിനോട് ചെയ്ത അഹ്ദിൽ നാം ലംഘിച്ചു. 112 തവണ ഖുർആനിൽ എന്നോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന ആ ഉടമ്പടി അള്ളാഹ് നമ്മളോട് പണ്ട് വാനലോകത്തുനിന്ന് ചെയ്ത ഉടമ്പടിയാണ്. നിങ്ങൾ ഭൂമിയിലേക്ക് പോയാൽ എന്നോടല്ലാതെ പ്രാർത്ഥിക്കരുത്, എനക്കല്ലാതെ അത് ആരാധിക്കരുത്. അത് തന്നെ ലോകത്തിൽ ബഹുഭൂരിപക്ഷം ലംഘിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആ വാഗ്ദാനം ലംഘിച്ചത് കൊണ്ട് അവരുടെ ഇടയിൽ ഭിന്നിപ്പ് അത് ശിക്ഷയാക്കി അള്ളാഹു പറയുന്നു. قل هو القادر على ان يبعث عليكم عذابا من فوقكم او من تحت ارجلكم او يلبسكم شيعا ويذيق بعضكم بأس بعض. നിങ്ങൾ പരസ്പരം അങ്ങുമിങ്ങും ചീത്ത പറഞ്ഞ് സ്റ്റേജ് കെട്ടി അങ്ങുമിങ്ങും പോരാടുന്ന ശൈലി ഉണ്ടാവുക, ഇത് ശിക്ഷയിൽപ്പെട്ടതാണ് എന്നാണ്, പരീക്ഷണത്തിൽപ്പെട്ടതാണ് എന്നാണ് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു. ഞാൻ ഈ അവസാനം ഓതിയതായ ആയത്ത് സൂറത്തുൽ അൻആമിലാണ്. ഒന്ന് നിങ്ങൾ പരിശോധിച്ചു നോക്കുക ആ ആയത്ത്. എന്നാൽ അതിന്റെ പ്രധാന ഭാഗം അറിയാം. പലരും നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ടൈം അവസാനിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നിട്ട് രോഗമുള്ളവരുടെ രോഗത്തെ സുഖപ്പെടുത്തട്ടെ. ഈ സഹോദരൻ പറയുന്നു ഉമ്മ രോഗിണിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവരുടെ രോഗത്തിൽ പരിപൂർണ്ണ ആരോഗ്യം നൽകട്ടെ. അതുപോലെ നമ്മിൽ നിന്നിട്ട് രോഗമുള്ളവരുടെ എല്ലാം രോഗത്തിന് അല്ലാഹു പരിപൂർണ്ണ ആരോഗ്യം നൽകട്ടെ. അവർക്കും നമുക്കും പരിപൂർണ്ണ ആരോഗ്യത്തോടു കൂടി ഇസ്ലാമിലെ അടിയുറച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കാനും അല്ലാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന രൂപത്തിലുള്ളതായ ജീവിതം മുന്നോട്ട് തള്ളിക്കൊണ്ടുപോകുവാനുമുള്ളതായ തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. അതുപോലെ എന്റെ ശബ്ദം കേൾക്കുന്നവർക്കും അവർക്കെല്ലാം പലതും പറയാനുണ്ടാകും, പലതും പ്രാർത്ഥിക്കാനുണ്ടാകും. അവരുടെ എല്ലാ ഉദ്ദേശങ്ങളെ അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ. അവരിൽ നിന്നിട്ട് ശബ്ദം കേൾക്കുന്നവർക്ക് ഈ പുണ്യഭൂമിയിലേക്ക് വരാൻ ആഗ്രഹമുള്ളവർക്ക് അള്ളാഹു അവരുടെ ആഗ്രഹങ്ങളെ നിറവേറ്റി കൊടുക്കട്ടെ, ആഗ്രഹങ്ങളെ നിറവേറ്റി കൊടുക്കട്ടെ, ആഗ്രഹങ്ങളെ നിറവേറ്റി കൊടുക്കട്ടെ. നമ്മിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് അത് പുറത്തു കൊടുക്കട്ടെ. അവരുടെ ഖബർ അള്ളാഹു സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റട്ടെ. നാം മരിക്കുമ്പോൾ നമുക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഖബറുകളെയും അള്ളാഹു സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റട്ടെ. നമ്മൾക്ക് എണ്ണകളില്ലാത്തവർ സാലിഹ്യങ്ങൾ എണ്ണകൾ നൽകട്ടെ. സന്താനമുള്ളവർക്കും ഇല്ലാത്തവർക്ക് സാലിഹ്യങ്ങളായ സന്താനങ്ങൾ നൽകട്ടെ. മുസ്ലിം ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടതകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിലേക്ക് മടങ്ങലിലൂടെ അവരിൽ നിന്നിട്ട് അള്ളാഹു ആ കഷ്ടതകളിൽ നിന്നിട്ട് മോചിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പുണ്യഭൂമിയെ ഇസ്ലാമിക തൗഹീദിനെയും ഇസ്ലാമിനെയും ഖുർആനിനെയും നടപ്പാക്കിയും കൊണ്ട് തന്നെ മുന്നോട്ട് തള്ളിക്കൊണ്ടു പോകാനുള്ളതായ ശക്തിയും തൗഫീഖും എല്ലാം ഇവിടെയുള്ള ഭരണകൂടത്തിന് അള്ളാഹു നൽകട്ടെ. അതിന് കൂട്ടായി നിൽക്കാൻ ലോക മുസ്ലിങ്ങൾക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين وانصرنا على القوم الكافرين. اللهم من ارادنا واراد دعوتنا واراد اسلامنا واراد بلاد الحرمين واراد قادة بلاد الحرمين سوءا اللهم فاشغله في نفسي. اللهم اجعل تدميره يا رب العالمين. اللهم احفظنا واحفظ بلاد الحرمين واحفظ قادة بلاد الحرمين من كل سوء ومكروه ومن حسد الحاسدين وبغض الباغضين يا رب العالمين. اللهم فل أسرهم، اللهم أقل عددهم، اللهم لا تبلغهم الآمال، اللهم لا تبلغهم الآمال، اللهم لا تبلغهم الآمال. اللهم أعز الإسلام والمسلمين في كل مكان وأذل الشرك والمشركين في